നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രണ്ടാമത് എൻ്റർ ചെയ്യുന്നത് ഒരിക്കലും എൻ്റർ ചെയ്യാൻ പാടില്ല. രണ്ടാമത് എൻ്റർ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. നിലവിലുള്ള എന്തെങ്കിലും പ്ലസ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതായത് 10 കാണേണ്ട സ്ഥലത്ത് നമ്മൾ ഫിസിക്കൽ എടുത്തപ്പോൾ 5 ഉള്ളൂ എങ്കിൽ ആ 5 വെച്ചാണ് ഓപ്പണിംഗ് തുടങ്ങേണ്ടത്. അതുപോലെ 10 കാണേണ്ടടുത്ത് 20 കണ്ടു എങ്കിൽ ആ 20 വെച്ചിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തായിരിക്കും, അടുത്ത വർഷം ഈ തെറ്റ് അവിടെ ആവർത്തിക്കും. അപ്പൊ കുറവ് വന്നതാണെങ്കിൽ ആ കുറവ് വന്നതിന്റെ പണം അടപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു റെമഡി. എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ എക്സസിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സസ് നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതുപോലെ പിന്നെ മറ്റൊന്നുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് നോക്കണം. മെഡിക്കൽസ് ആകുമ്പോൾ കുറച്ചധികം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉണ്ടാകാം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ തിരിച്ചു കൊടുക്കാൻ വൈകിയത് ആണെങ്കിൽ സെയിൽസ്മാൻ്റെ ഒരു പ്രശ്നമായിരിക്കും. സെയിൽസ്മാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അതിന് എക്സ്പയറി അല്ലെങ്കിൽ ഡാമേജ് എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ എഴുതി തള്ളാനായിട്ട് സാധിക്കും. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തതുണ്ടോ? ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടാ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി മെഡിക്കൽസിന്റെ കാര്യമാണ് പറയുന്നത്. മെഡിക്കൽസിൽ ഏതെങ്കിലും മെഡിക്കൽസ് എക്സ്പയറി ആയിട്ട് കൊടുക്കാത്തത് ഉണ്ടെങ്കിൽ, തിരിച്ചു കൊടുക്കാത്തതുണ്ടെങ്കിൽ, കമ്പനിക്ക് തിരിച്ചു കൊടുക്കാത്തതുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഡാമേജ് ആയിട്ട് കണക്കാക്കാനായിട്ട് പാടില്ല. തിരിച്ചു കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് അവരുടെ അശ്രദ്ധ കൊണ്ടാണ് അത് തിരിച്ചു കൊടുക്കാതെ വന്നത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും അതിന്റെ സെയിൽസ്മാൻ തന്നെയാണ്. അതിന് നമുക്കൊരിക്കലും ഡാമേജിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എന്നാൽ വേറൊരു തരത്തിൽ ഡാമേജ് ആയിട്ട് ഒരു കാണിക്കാം. അതായത് കട്ട് സ്ട്രിപ്സ് ഉണ്ടാവും. ഡാമേജ് സാധനങ്ങളൊക്കെ ഈ എക്സ്പയർ ചെയ്തൊക്കെ ചിലപ്പോൾ തിരിച്ചെടുക്കും. പക്ഷെ അത് ഫുള്ളായിട്ടുള്ളതായിരിക്കും. കമ്പനികളൊക്കെ സാധാരണ എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യാം. 10 സ്ട്രിപ്പ് ആണെങ്കിൽ അതിൽ 5 കൊടുത്തു, 5 ബാക്കി വന്നു, അതിന്റെ എക്സ്പയറി ആയി കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്ഥാപനം തിരിച്ചെടുക്കില്ല. അത് ഇവരുടെ ദോഷം കൊണ്ടുമല്ല, കമ്പനിയുടെ ദോഷമല്ല, ഈ സ്ഥാപനത്തിന്റെ ദോഷമല്ല, സെയിൽസ്മാന്റെ ദോഷമല്ല. അതിനെ നമ്മൾ ഡാമേജ് ആയിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഡാമേജ് ആയിട്ട് അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇത് ഫുള്ളായിട്ടുണ്ട്, കൃത്യമായിട്ട് അവരത് മോണിറ്റർ ചെയ്യാത്തതിന്റെ പേരിൽ അത് ഡാമേജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് അത് അതിന്റെ ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കാനായിട്ട് നടപടി നമ്മൾ സ്വീകരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ലയബിലിറ്റി രജിസ്റ്റർ നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻ ഓപ്പണിങ്ങിലുള്ള ലയബിലിറ്റി ശരിയാണോ? ഓപ്പണിങ്ങിലുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആയിട്ട് ഒത്തുവരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അതിന് ക്ലോസിംഗ് ബാലൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്റ്റോക്ക് ക്ലോസിംഗ് ലയബിലിറ്റിയും നമുക്ക് തന്നിരിക്കുന്ന ഷീറ്റിലുള്ള ലയബിലിറ്റിയും സെയിം ആണെങ്കിൽ അത് നമുക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കാം. അതല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ഡെഫിസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ ഫ്രീ കിട്ടും ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ഫ്രീ ഐറ്റംസ്, മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമല്ല കൺസ്യൂമറിലും കിട്ടാം ഫ്രീ ഐറ്റംസ് വരുമ്പോൾ അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബില്ലുകൾ, എല്ലാ പർച്ചേസ് ബില്ലും പരിശോധിക്കുക എന്നുള്ളതാണ്. പർച്ചേസ് ബില്ലുകൾ പരിശോധിച്ചാൽ മാത്രമേ ഫ്രീ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻറ്റർ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഫ്രീ ഐറ്റം സാധാരണ അതും കൂടി ലയബിലിറ്റി ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത്. 10 വാങ്ങിയപ്പോൾ അതിന് ഫ്രീ ആയിട്ട് 5 കൂടി തന്നു എങ്കിൽ 15 ലയബിലിറ്റി കൊടുക്കേണ്ടതാണ്. അല്ലാതെ 10 ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 5 ലയബിലിറ്റി അവിടെ കുറച്ച് കാണും. അപ്പോൾ അത് ഒരിക്കലും അനുവദിക്കരുത്. അപ്പോൾ പർച്ചേസ് ബില്ല് പരിശോധിച്ചാൽ മാത്രമേ ഫ്രീ ഐറ്റംസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പർച്ചേസ് റിട്ടേൺ. സാധാരണ പർച്ചേസ് റിട്ടേൺ വരുന്നതിന് കാരണം ഒന്ന്, അവർ സപ്ലൈ ചെയ്തപ്പോൾ ഐറ്റം കുറഞ്ഞു പോയെങ്കിൽ, അവർ ഓർഡർ ചെയ്തതിനേക്കാൾ സാധനങ്ങൾ കുറവാണ് വന്നിരുന്നെങ്കിൽ,
അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടതല്ല വന്നിരുന്നതെങ്കിൽ അതൊക്കെ തിരിച്ചുവിടും. അതുപോലെ തന്നെ എക്സ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കും. ഇതിനൊക്കെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. അതല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്നാണ് പറയുക. ഈ പർച്ചേസ് റിട്ടേൺ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ക്രെഡിറ്റ് നോട്ടുകൾ വന്നിട്ടുണ്ടോ? ക്രെഡിറ്റ് നോട്ട് ഇല്ലാത്ത പർച്ചേസ് റിട്ടേൺ അവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇൻവോയ്സ് ഇല്ലാത്ത ഒരു പർച്ചേസും അംഗീകരിക്കാൻ പാടില്ല. ഇൻവോയ്സ് നിർബന്ധമാണ്. ഇൻവോയ്സ് നമുക്കറിയാലോ, GST ഇൻപുട്ട് ടാക്സ് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ GST ഇൻവോയ്സ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിർബന്ധമുള്ള കാര്യമാണ് ക്രെഡിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ ക്രെഡിറ്റ് നോട്ട് നിർബന്ധമാണ്. പകരം നമ്മൾ ഇവിടുന്ന് ഒരു ഡെബിറ്റ് നോട്ട് കൊടുക്കണം എന്നൊക്കെയാണ് നിയമം. പക്ഷെ അതില്ലെങ്കിലും അത് കുഴപ്പമില്ല. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല ഡെബിറ്റ് നോട്ട് കൊടുക്കേണ്ട കാര്യം. അങ്ങനെ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ നിർബന്ധമായും ക്രെഡിറ്റ് നോട്ട് മേടിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡാമേജ് സ്റ്റോക്ക് വരുമ്പോൾ അതിന്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ കാരണം എന്തായിരിക്കും? ഒന്നുകിൽ അവർ തിരിച്ചു കൊടുക്കാൻ വൈകിട്ടായിരിക്കും ഡാമേജ് വരിക. എക്സ്പയർ യഥാസമയം തിരിച്ചു കൊടുക്കാത്താണെങ്കിൽ അത് ന്യൂനതയിൽ കാണിക്കും. നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കൗണ്ടർ എല്ലാ ദിവസവും ക്യാഷ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. മെഡിക്കൽ സ്റ്റോറും ബാങ്കുമായിട്ട് ചിലപ്പോൾ വളരെ അകലെയായിരിക്കും. മെഡിക്കൽ സ്റ്റോറുകളിലെ ക്യാഷുകളെല്ലാം തന്നെ അതാത് ദിവസം തന്നെ വന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് കുറെ സെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവര് സെയിൽസ് അവിടെ മൂടി വെച്ച് എടുക്കാത്തതായിരിക്കും. സെയിൽസ് മൂടി വെച്ച് ആ ക്യാഷ് തിരുമറി നടത്തിയതുകൊണ്ടായിരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം കുറേ ക്യാഷ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുക എന്നൊക്കെ വരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകണം. നമ്മൾ ഓഡിറ്റിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്റ്റോക്കിന്റെ കാര്യത്തിലല്ല. നോക്കുക. പിന്നെ അതുപോലെ കൺസ്യൂമർ സ്റ്റോറിലാണെങ്കിൽ സാധാരണ എക്സ്പയറി വരുന്ന സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് തിരിച്ചിടും, പകരം കൊണ്ടുവന്ന് വെക്കും. ഇപ്പൊ ബ്രെഡ്, കേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കൺസ്യൂമർ സ്റ്റോറുകളിൽ. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? പെരിഷബിൾ ആണ്, ഇന്നല്ലെങ്കിൽ നാളെ കേടായി പോകുന്ന സാധനങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും? ഈ സാധനം അടുത്ത ദിവസം ഒരു സപ്ലൈക്ക് വരുമ്പോൾ എടുത്ത് കൊടുക്കും, തിരിച്ചു കൊടുക്കും, പകരം അത് കൊണ്ടുവന്ന് വെക്കും. ഇതിന് പ്രത്യേകിച്ച് ബില്ലോ കാര്യങ്ങളോ ഒന്നും മിക്കവാറും അവർ തരാറില്ല. അപ്പോൾ അവിടെ പർച്ചേസ് റിട്ടേണും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതായത് അത് ലോക്കൽ പർച്ചേസുകളായിരിക്കും. ഫുഡ് ഐറ്റംസ് ഒക്കെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളറിയാം, ഒരു ദിവസം നിൽക്കുന്ന ചില സ്നാക്സ് ഒക്കെ ഉണ്ടാവും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്നാക്സ് ഒക്കെ. അതൊക്കെ പുറത്തുനിന്നുള്ള സപ്ലൈ ആണ്. അതവർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. വൈകുന്നേരമായിട്ട് അത് ചിലവായില്ലെങ്കിൽ അത് വേണമെങ്കിൽ അവർക്ക് നശിപ്പിക്കാൻ, പകരം അവർ കൊണ്ടുവരും. അപ്പോൾ ആ പർച്ചേസ് ചെയ്തത് അന്നത്തെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം മാത്രമായിരിക്കും അവർ വിറ്റത് മാത്രമായിരിക്കും പർച്ചേസ് ആയിട്ട് അവർ കാണിക്കുക. അപ്പോൾ അത് ഡാമേജ് ആയിട്ട് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഫുഡ് ഐറ്റംസ് വല്ലതും അതുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫുഡ് ഐറ്റംസ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പച്ചക്കറി, ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ. അപ്പൊ 10 കിലോ പച്ചക്കറി നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 10 കിലോ വിൽക്കാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പയർ കണ്ടു, പച്ചക്കറിയിൽ പയർ കണ്ടപ്പോൾ നമുക്ക് ആകെ കുറച്ചുള്ളൂ ഒരു അത് ചിലതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളതൊന്നും മേടിക്കാൻ പോകില്ല അല്ലേ? നമുക്ക് ഇത്ര സ്നേഹമുള്ള ആൾക്കാരാണ്, നമ്മളത് മേടിക്കാൻ പോകുന്നില്ലേ? നമ്മളെന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് എത്ര വിൽക്കാൻ പറ്റും? 9 കിലോ വിൽക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ തക്കാളി മേടിച്ചു, തക്കാളി പകുതി കുറേയൊക്കെ ചീഞ്ഞു പോയി, അത് മുഴുവൻ വിൽക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ടാകുന്ന കൺസ്യൂമർ സ്റ്റോറുകൾ തന്നെ സവാള, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെ അധികം കാലം നിലനിൽക്കുന്നതല്ല, അതൊക്കെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഡാമേജ് ആണെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല. കാരണം നന്ന് ചീഞ്ഞു പോകുന്ന സാധനങ്ങൾ നമുക്കത് എടുത്ത് കാണിക്കാൻ സാധിക്കില്ല. അത് പക്ഷെ റിട്ടേൺ എടുക്കുകയുമില്ല. പച്ചക്കറികളോ ഫ്രൂട്ട്സുകളൊക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും, എങ്കിലും പച്ചക്കറികളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുപോലെ വാങ്ങിയത് മുഴുവൻ വിൽക്കാനായിട്ടും സാധിക്കില്ല. വാങ്ങിയത് മുഴുവൻ വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? അതെങ്ങനെ നമ്മൾ സ്റ്റോക്കിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും? അതിന് ലയബിലിറ്റി കൊടുക്കാൻ പറ്റുമോ? ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അവരെ ബാധിക്കുക?
അങ്ങനെയാണെങ്കിൽ കച്ചവടം നടക്കില്ല. പഴം മേടിച്ച് വെച്ചു, ഒരു കൊല പഴം അവിടെ ഞട്ടിട്ട് കുറച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും അതിന് കറുത്ത കളറ്, ഒരാളും മേടിക്കാനുണ്ടാവില്ല, അത് നശിച്ചു പോകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഭരണസമിതി അതിന് എന്ത് പോളിസിയാണ് എടുത്തിട്ടുള്ളത് എന്ന് അന്വേഷിക്കും. അതായത് പച്ചക്കറി കേടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പർച്ചേസ് കമ്മിറ്റി അത് മോണിറ്റർ ചെയ്ത് അത് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെന്താണ് പോളിസി നമ്മുടെ ഭരണസമിതി എടുത്തിട്ടുള്ളത് എന്നല്ലെങ്കിൽ എന്താണ് അവർ പോളിസി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി അത് ശരിയാണെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ്. എന്നാൽ സ്ഥിരമായിട്ട് പഴം കേടായി പോകും, സ്ഥിരമായിട്ട് ഒരു പഴം കേടായി പോകും, അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം പഴം ആരും വാങ്ങാൻ വന്നില്ല, വേറൊരെണ്ണം വാങ്ങി അതും വാങ്ങാൻ ആരും വന്നില്ല, പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതിൽ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കാരണം ഒന്നുകിൽ അയാൾ വിറ്റിട്ട് അത് കേടായി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതായിരിക്കും. അപ്പോൾ അവിടെ വേണ്ടത് സംഘത്തിന്റെ പോളിസി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സംഘത്തിന്റെ പോളിസി എന്തായിരിക്കണം? സംഘം കണ്ടിട്ട് വേണം, സംഘത്തിന്റെ ആ പർച്ചേസ് കമ്മിറ്റി കണ്ടതിന് ശേഷം മാത്രമേ ഇത് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പോളിസിയും അതിന്റെ ജെനുവിനെസ് ഭരണസമിതിയെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ചിലപ്പോ ഒക്കെ നമുക്ക് സംഭവിക്കാവുന്നത് നമ്മളെ അനുഭവത്തിൽ നിന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഭരണസമിതിയും സെയിൽസ്മാനും ഒത്തുചേർന്നിട്ടാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ നിവൃത്തി. കാരണം ഇതുപോലെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്നും കേടായി പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാൻ പാടില്ല. പച്ചക്കറിയിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ പച്ചക്കറി അതോടുകൂടി അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഈ എത്ര കാലം നമുക്ക് ഇതിനെ തുടരാൻ പറ്റും? 10 കിലോ പയർ മേടിച്ചു, 5 കിലോ വിൽക്കാൻ പറ്റുള്ളൂ, 5 കിലോ വാങ്ങിക്കും. തന്നെയാണ് കളി, ഉരുളക്കിഴങ്ങ്, സവാള തുടങ്ങിയ സാധനം. അതും ഇതുപോലെ തന്നെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. അതും ഇടയ്ക്കിടയ്ക്ക് കേടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവം നിർത്തേണ്ടി തന്നെ വരും. അതിന് അധികം നഷ്ടം സംഭവിക്കാനായിട്ട് നമ്മൾ ഇട കൊടുക്കരുത്. അപ്പോൾ അതിന്റെ പോളിസിയാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ അതിനുണ്ടാവുന്ന വരുമാനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തേണ്ടി വരും. മറ്റൊരു ഐറ്റമാണ് സംഘങ്ങൾ ഉണ്ടാകുന്ന ഫെർട്ടിലൈസേഴ്സ്. നമുക്കറിയാം ഫെർട്ടിലൈസേഴ്സിന് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകും. കൺസ്യൂമർ സ്റ്റോറിന് ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാനുണ്ട്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയാം. കൺസ്യൂമർ സ്റ്റോറിനെ കൂടി 2 കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് പറയാം. അതായത് ഇപ്പോ കൺസ്യൂമർ സ്റ്റോറിൽ വെളിച്ചെണ്ണ വാങ്ങി, വെളിച്ചെണ്ണ പാക്കറ്റിലാണ് പാക്കറ്റ് വെളിച്ചെണ്ണയാണ് വാങ്ങിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എലി വെട്ടി പാക്കറ്റ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ എന്തൊക്കെ കാരണത്തിൽ പാക്കറ്റ് പൊട്ടിപ്പോയി. പാക്കറ്റ് പൊട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പോയി, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണയ്ക്ക് ആകെ പോയി, നശിച്ചുപോയി. ഇതിന് എന്ത് നടപടി നമുക്ക് എടുക്കാൻ പറ്റും? നമ്മൾ ആരെയും കുറ്റമല്ല, അതായത് സെയിൽസ്മാന്റെ കുറ്റമല്ല, സംഘത്തിന്റെ കുഴപ്പമല്ല, അത് കൈകാര്യം ചെയ്തോ. എലിയാണ് കുഴപ്പം. അല്ലെങ്കിൽ പയർ മേടിച്ചു, പയറൊരു പാക്കറ്റിലായിരുന്നു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ മറ്റേ കുച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ വന്ന് പെട്ടു. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ എലി കടിച്ച് അത് പോകാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിന് നമുക്കൊന്നും കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. കാരണം ഏപ്രിൽ മാസത്തിൽ നമ്മൾ സ്റ്റോക്ക് എടുത്ത് പോയി, മെയ് മാസത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോണത് പിന്നത്തെ മാർച്ച് അവസാനിക്കുമ്പോഴോ ഏപ്രിൽ ഫസ്റ്റിലോ നമ്മൾ പോകും. അപ്പോൾ ഇതൊക്കെ കാണണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അതിന് ഭരണസമിതി എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത്? ഒരിക്കലും ഒരു ആള് എന്നോട് പറഞ്ഞ, ഒരു സെക്രട്ടറി പറഞ്ഞ വളരെ വിഷമത്തോടെ പറഞ്ഞ കേസാണ്. അതായത് ഒരു ചാക്ക് കാലിത്തീറ്റ നനഞ്ഞ് കേടായി, അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കേടായി പോയി കഴിഞ്ഞാൽ, നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഓഫീസറെ വിളിച്ച് കാണിക്കാം, ഓഫീസർ എന്താണ് പറയുന്നത് നോക്കാം. ഓഫീസർ പറഞ്ഞു, ഓഫീസർ പുതിയതായിട്ട് വന്നൊരു ഓഫീസർ, അത് പറഞ്ഞു അതെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഉള്ളത് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഇനി 5-6 മാസമുണ്ട്. സെക്രട്ടറി ഇത് കേട്ട് പേടിച്ച് എന്ത് ചെയ്തു, അതവിടെ സൂക്ഷിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊരു ചീത്ത മണം. അപ്പോഴും സെക്രട്ടറി അത് കൊടുക്കാൻ പറ്റില്ല, ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് ഡാമേജ് ആയിട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റ് കാലിത്തീറ്റകൾ കൂടി കേടുവന്ന സാഹചര്യം വന്നപ്പോൾ ഇതെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടു. നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി.
നാട്ടുകാർ പറഞ്ഞു ഇത്രയും മണം വരുന്ന ഒരു സാധനം എന്തിനവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം അത് കുഴിച്ചു മൂടിയപ്പോൾ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞു, ഇനി ആ ഓഫീസർ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ കുഴി തോണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ശരിയാണ്, ഇങ്ങനെയൊരു സംഭവം. അങ്ങനെ നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. അതിന് നമുക്ക് വ്യക്തമായൊരു നിർദ്ദേശം കൊടുത്താൽ മതി. ഈ സാധനം, ഇങ്ങനെ കേടുവന്നൊരു സാധനം ഭരണസമിതിയിൽ അവതരിപ്പിക്കുക. ഇങ്ങനെ സാധനം കേടുവന്നിട്ടുണ്ട്, ഇത് ഡാമേജ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് ഒരു തീരുമാനം ഭരണസമിതിയിൽ എടുക്കുക. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇതുപോലെ ഈ കേടു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതെനിക്ക് വളത്തിന് ഉപയോഗിക്കാനായിട്ട് തരുമെന്ന് ചോദിച്ചു. 1000 രൂപയുടെ കാലിത്തീറ്റ 100 രൂപയ്ക്ക് എടുത്തു കൊടുത്തു. നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം 1000 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് എടുത്തു കൊടുത്തു, 10 എടുത്തു കൊടുത്തു. 10,000 രൂപ കാലത്ത് 1000 രൂപ വന്നുള്ളൂ. 9,000 രൂപ കുറവെന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. സെക്രട്ടറിക്ക് ഒന്നും പറയണ്ട, കാരണം ആ സെക്രട്ടറി പോയിരുന്നു. 9,000 രൂപ സ്റ്റോക്കിൽ കുറവെന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സെക്രട്ടറി ഓടി വരികയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ. എന്താ സാറേ, എൻ്റെ കയ്യിൽ നിന്നൊന്നും പോയില്ല, 9,000 രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ നോട്ടീസ് വന്നപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായി, എന്താ സംഭവം എന്നറിയാൻ. ഓഡിറ്ററും അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്കിൽ കുറവൊന്നും നമ്മൾ സെക്രട്ടറിയുടെ ചാർജ് ചെയ്തു, ഇത്ര മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. സംഭവം എന്താണെന്ന് ഇയാളുടെ ആദ്യം ഓർമ്മ ഉണ്ടായില്ലെങ്കിലും പിന്നെ അയാൾ പറഞ്ഞു, അതെ 10 ചാക്ക് കാലിത്തീറ്റ കേസ് വന്നപ്പോൾ ഞാൻ വളത്തിന് വേണ്ടി ഒരാൾ ചോദിച്ചപ്പോൾ അങ്ങോട്ട് എടുത്ത് കൊടുത്തു. അപ്പോ അവിടെ ചോദിച്ചു, വേറെ എന്തെങ്കിലും ചെയ്തിരുന്നത് ഭരണസമിതിയിൽ അങ്ങനെ അവതരിപ്പിച്ചത്? ഭരണസമിതി അവതരിപ്പിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല, അയാൾ കൊണ്ട് വണ്ടിയായിട്ട് വന്ന് അങ്ങനെ എടുത്ത് കൊടുത്തു. അപ്പൊ ഇത് അവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാനായിട്ട് ഭരണസമിതി തീരുമാനമില്ല, ഭരണസമിതി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭരണസമിതിക്ക് ഒരു പോളിസി ഉണ്ട്, കൃത്യമായിട്ട് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ഡാമേജ് ആയിട്ട് കാണിക്കും. ഈ ഡാമേജ് ആയിട്ട് നമ്മളെ കാണിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ പെരീഷബിൾ അല്ലാത്ത കാര്യങ്ങളാണ്. പെരീഷബിൾ ഐറ്റംസ് അല്ലാത്തതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കൺസ്യൂമർ സ്റ്റോറിന്റെ കാര്യമാണ്. ഈ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം നമുക്കറിയാം. യൂറിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ യൂറിയ കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളമാവും ചെയ്യുമ്പോൾ. സാധാരണ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഐറ്റം വൈസ് സ്റ്റോക്ക് രജിസ്റ്റർ ആണ് സൂക്ഷിക്കാറ്. ഐറ്റം വൈസ് സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുമ്പോൾ തൂക്കത്തിൽ വ്യത്യാസം വരും. ചിലപ്പോൾ 1 കിലോ ഒരു ചാക്ക് യൂറിയ മേടിച്ച് 10-15 പേർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ, കിലോ കണക്കിന് എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം 100 കിലോന്റെ ചാക്കിൽ ഒരു 90 കിലോ ഒക്കെ കൊടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിനും സംഘത്തിനൊരു പോളിസി ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അത് ഡെഫിസിറ്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ നേച്ചർ അങ്ങനെയാണ്. അത് വെള്ളമാകാനുള്ള സാധ്യതയുണ്ട്, അത് നശിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനും സംഘത്തിന്റെ പോളിസി വളരെ പ്രധാനപ്പെട്ടതാണ്. പെസ്റ്റിസൈഡ്സിന്റെ കാര്യത്തിൽ അങ്ങനെ സാധാരണ സംഭവിക്കില്ല. കാരണം പെസ്റ്റിസൈഡ്സ് കേടാകാനായിട്ട് എന്തായാലും വിഷമുണ്ടല്ലേ, വിഷം അങ്ങനെ കേടാവില്ല. അങ്ങനെ ഉണ്ടാകാം ചിലപ്പോൾ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഡാമേജിൽ പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് കാണിച്ചു തരണം. പെസ്റ്റിസൈഡ്സ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്ന സാധനം. അത് ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗം തന്നെ നശിച്ചു പോകാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. കുറച്ച് പേരൊക്കെ സംശയം ചോദിച്ചൊരു കേസാണ് കോക്കനട്ട് എങ്ങനെ കൈകാര്യം ചെയ്യും, റൈസ് എങ്ങനെ ചെയ്യും, റബ്ബർ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു. അതിന് വിശദമായിട്ടുള്ളൊരു നോട്ട് ഇതിന്റെ താഴെയുണ്ട്, അത് ഞാൻ അപ്പൊ പറയാം കേട്ടോ. തൽക്കാലം അത് വിട്ടിരിക്കുന്നു. സ്റ്റേഷനറിയുടെ കാര്യം, സ്റ്റേഷനറീസ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടാകാൻ സാധ്യത. സൂപ്പർ മാർക്കറ്റിന്റെ കൂടെയായിരിക്കും സ്റ്റേഷനറികൾ വരിക. സ്റ്റേഷനറികൾ വരുമ്പോൾ അതിന് എങ്ങനെ നമ്മൾ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒരു ബണ്ടില് A4 ഷീറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഒരു ബണ്ടിൽ A4 ഷീറ്റ് അത് അവിടെ വന്നപ്പോൾ അവരിത് കുറേശ്ശെ അപ്പോൾ ആ ബണ്ടിലിന്റെ വിലയെ നമ്മളതിൽ ഉള്ളൂ. പക്ഷെ പകുതിയുള്ളതിന്റെ വില നമ്മളതിൽ ഇല്ല. ഓരോന്നിനും വില ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു A4 ഷീറ്റിന് 50 പൈസയാണ് വില എന്നുണ്ടെങ്കിൽ ഇവർ വിൽക്കുന്നത് 1 രൂപയ്ക്കാണ്. അപ്പൊ അവിടെ ലയബിലിറ്റി കൊടുത്തിരിക്കുന്നത് ബണ്ടിലിനാണ് ലയബിലിറ്റി കൊടുത്തിരിക്കുന്നത്. 300 രൂപയുടെ സാധനത്തിന് 320 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് വിറ്റപ്പോൾ എത്ര കിട്ടി? 500 രൂപ കിട്ടി. അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബണ്ടിലായിട്ട് ഉള്ളതിന്റെ സ്റ്റോക്ക് നമ്മൾ കണക്കാക്കിയിട്ട്
ഓരോന്നിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. ജെയിംസ് സാർ ഒരു മിനിറ്റ്. ഈ മ്യൂട്ട് ചെയ്യാത്തവർ ഇനി ആരെങ്കിലും ബാക്കി നിൽപ്പുണ്ടെങ്കിൽ എത്രയും വേഗം മ്യൂട്ട് ചെയ്യണം. അത് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ക്ലാസിന്റെ ആരംഭത്തിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു മ്യൂട്ട് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണമെന്ന്. പിന്നെയും മ്യൂട്ട് ചെയ്യാത്തവർ ഒട്ടനവധി ആളുകൾ ഇടയ്ക്കിടയ്ക്ക് രംഗപ്രവേശം ചെയ്യാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പെരുമാറണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ജെയിംസ് സാർ പ്രൊസീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലാബും മെഡിക്കൽ സർവീസുമാണ്. ലാബിന്റെ കേസിൽ നമുക്ക് അവിടുത്തെ ഫിക്സഡ് അസറ്റുകൾ മാത്രമേ നമുക്ക് തൽക്കാലം നോക്കാനായിട്ട് നിർവാഹമുള്ളൂ. പിന്നെ അവിടെ നമുക്ക് നോക്കാൻ പറ്റാവുന്നത് സിറിഞ്ച്, ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് നോക്കാനായിട്ട് സാധിക്കുക. പക്ഷെ റിയേജന്റിന്റെ കേസിൽ ചിലത് മെഷീനിലായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടാവും. മെഷീനിൽ റിയേജന്റ് ഇട്ടുണ്ടാവും. ചില കേസ് അവർ ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും. ഈ ബോട്ടിലിന്റെ അളവെടുത്ത് നോക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എത്ര കൺസ്യൂം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഓരോന്നിനും ഓരോ ടെസ്റ്റുകൾക്കും ഉപയോഗിക്കുന്ന റിയേജന്റുകൾ അതിനനുസരിച്ചുള്ള റെസീറ്റുകൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റിയേജന്റുകളുടെ കേസിൽ റിയേജന്റ് ചിലപ്പോൾ മെഷീനുകളിലിട്ട് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു മെഷീനിലൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഒരു ഡ്രോപ്പ് മതിയാവും. ഈ ഡ്രോപ്പ് കൊണ്ട് നമുക്ക് അതിനെ വാല്യൂ ചെയ്യുക എളുപ്പമല്ല, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വളരെ എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം നമുക്ക് അവിടെ ഇല്ല. തൽക്കാലം നമുക്കതിനെ അവർ പറയുന്ന കണക്കുകൾ ഉപയോഗിക്കാനോ അതിൽ അവിടെ റെസീറ്റ് വന്ന കാര്യങ്ങളിൽ അത് ഉൾപ്പെടുത്താനോ നമുക്ക് സാധിക്കുകയുള്ളൂ. റേഷൻ ഷോപ്പ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. റേഷൻ ഷോപ്പിന് ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് വെച്ച് റേഷൻ കടകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചെയ്യുന്ന പോലെ സ്റ്റോറിലും ചെയ്യുന്നുണ്ടാവും, ഈ സ്റ്റോറിലും ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഓഫീസും ചെയ്യുന്നുണ്ടാവും. പക്ഷെ റേഷൻ ഷോപ്പുകൾക്ക് അത് കൃത്യമായ മെയിൻ്റനൻസ് അവിടെ ഉള്ളതാണ്. അവിടെയും ഇതുപോലെ സംഭവിക്കാം. എലി വെട്ടി കൊണ്ടുപോവുക, തൂക്കത്തിൽ വ്യത്യാസം വരിക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതിന് ഭരണസമിതി എന്ത് പോളിസി അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ അതുപോലെ ചപ്പൽസ്, ഒപ്റ്റിക്കൽസ്, ഫ്യൂവൽസ്, ഇതൊക്കെ വലിയ മാർജിനുകളൊക്കെ കിട്ടുന്ന ഐറ്റംസ് ആണ്. ഒപ്റ്റിക്കൽസ് എന്നൊക്കെ പറയുന്നത് 100% മാർജിനൊക്കെയാണ് അതിനടുത്ത്. അപ്പോൾ ഇത് ഐറ്റം വൈസ് അതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ചപ്പൽസിനാണെങ്കിൽ വേറൊരു വിഷയമുണ്ട്. ചപ്പൽസിന് ഒരിക്കലും മുഴുവനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കില്ല. അത് കുറേ ഡെഡ് സ്റ്റോക്കുകൾ വരും. ഡെഡ് സ്റ്റോക്കുകൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉൾപ്പെടുത്താം. ഡെഡ് സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭരണസമിതിയുടെ ഒരു പോളിസി ഉണ്ടാക്കണം. ഡെഡ് സ്റ്റോക്ക് ഇത്ര വന്നു കഴിഞ്ഞാൽ ആ ഡെഡ് സ്റ്റോക്കുകൾ ഡിസ്കൗണ്ട് സെയിൽ വിൽക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അത് അങ്ങനെ തന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടത്തിലേക്ക് കലാശിക്കാം. അപ്പോൾ അതിനെ നമുക്ക് ഡാമേജിലേക്ക് തള്ളിക്കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിനി നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ടിന്റെ കേസ്, അത് കുറേ സമയം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കോക്കനട്ടിന്റെ കേസ് കുറച്ച് വിശദമായിട്ട് പറയാനുള്ളതാണ്. കാരണം കുറേ സംഘങ്ങളിൽ കോക്കനട്ടിന്റെ ബിസിനസ് ഉള്ളത് കൊണ്ട് കോക്കനട്ടിന് മാത്രമായിട്ട് നമ്മളൊരു ചെറിയ കുറച്ച് സ്ലൈഡ് ഉണ്ട്. അത് സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നീട്ടിയത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അത് സ്കിപ്പ് ചെയ്തതുകൊണ്ടാണ്. ഇനി അത് മാത്രമായിട്ട് പറയാം, അതിനുശേഷം മറ്റുള്ളതിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, എങ്കിലും കോക്കനട്ടിന് സമയം കുറച്ച് വേണമെന്നുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് പറയാൻ കേട്ടോ. ഇപ്പൊ കോക്കനട്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുക. അതായത് നമ്മുടെ സംഘങ്ങളിലൊക്കെ കോക്കനട്ട് വെള്ളത്തോടടക്കം മേടിക്കും, ചിലത് വെട്ടി തൂക്കം മേടിക്കും, ചിലത് തൊണ്ടോടുകൂടി മേടിക്കും. ഇങ്ങനെയുള്ള പല രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. ഞാനൊരു ചെറിയൊരു മോഡൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതില് മാർച്ച് ഓപ്പണിങ്ങിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മാർച്ച് 31 നമ്മൾ എടുത്തപ്പോഴുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് കരുതുക. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 7000 കിലോ നാളികേരം ഉണ്ട്. 7000 കിലോ നാളികേരം ഉരുളൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഉരുളൻ എന്ന് പറയുന്നത്, ഞാൻ തൃശ്ശൂർക്കാരനാണ്, ഞങ്ങൾ ഉരുളൻ എന്ന് പറയുന്നത്
വെള്ളമുള്ള നാളികേരത്തിനെയാണ് ഉരുളൻ നാളികേരം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പേരെന്ന് വെച്ചാലും ആയിക്കോട്ടെ, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് ഇതിട്ടിരിക്കുന്നത്. ചിലപ്പോൾ കാസർഗോഡിന് വേറെ പേരായിരിക്കും. തൃശ്ശൂർ എന്തായാലും ഉരുളൻ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള നാളികേരം, വെട്ടാത്തത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഉരുളൻ നാളികേരം ഇവിടെ 7000 കിലോ ഉണ്ടായിരുന്നു ഓപ്പണിംഗ്. ഈ വർഷം അതിൽ 2000 കിലോ കൂടി വാങ്ങി. 2000 കിലോ വാങ്ങി. അതിന്റെ എമൗണ്ട് 6 ലക്ഷം രൂപ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കൃത്യമായ വിലയൊന്നും അല്ല. പിന്നെ അവിടെ ഇങ്ങനെ ഉരുളൻ നാളികേരം വാങ്ങിയപ്പോൾ അവിടെയുള്ള ചില ആളുകൾക്ക് ഒരു താല്പര്യമുണ്ട്. അവിടെ വീട്ടാവശ്യങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ അത് വാങ്ങാനായിട്ട് ആൾക്കാർ വന്നു. അപ്പോൾ ഉരുളനായിട്ട് തന്നെ അവരത് അവിടെ കൊടുത്തു. 1000 കിലോ ആ വെള്ളത്തോടൊപ്പം നാളികേരം കൊടുത്തു. അതിന് നേരത്തെ 30 രൂപ നിരക്കിലാണ് അവർ വാങ്ങിയതെങ്കിലും 31 രൂപയ്ക്കാണ് അവർ വിൽപ്പന നടത്തിയിരിക്കുന്നത്. അപ്പോൾ 1 രൂപ മാർജിൻ അവരെടുത്തിട്ടാണ് കൊടുത്തത്. ഇനിയാണ് നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഈ ബാക്കി എത്രയുണ്ട്? 7000 കിലോ ഓപ്പണിംഗ് ഉണ്ടായിരുന്നതിൽ 20,000 വാങ്ങിയപ്പോൾ 27,000 വാങ്ങി. 27,000 ഉണ്ട്. അതിൽ 1000 കൊടുത്തു. ബാക്കി 26,000 നമ്മളുടെ കയ്യിലുണ്ട്. ഈ 26,000 അവര് വെട്ടിയെടുത്തു. വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാല് വെട്ടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അധികം ദിവസമായാലും വെക്കാനും പറ്റില്ല. അപ്പൊ വെട്ടിയെടുത്തപ്പോ ഇതിൽ വെള്ളം ഉണ്ടാവും അല്ലേ, നാളികേരത്തിൽ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം കളഞ്ഞപ്പോ കിട്ടിയ തൂക്കം, അതായത് 80% കിട്ടുള്ളൂ. വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉരുളൻ നാളികേരത്തിന്റെ തൂക്കത്തിന്റെ 80% മാത്രമേ കിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഒരു നോർമൽ സ്റ്റേജിലാണ് ഈ 80% എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ 20,800 കിലോ. ഇത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതായത് 80, ചിലപ്പോൾ 82 കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ 85 വരെ കിട്ടിയിരിക്കും, ചിലപ്പോൾ 75 കിട്ടിയിരിക്കും. ഇത് അവിടുത്തെ പ്രത്യേകത അനുസരിച്ചാണ്. തൃശ്ശൂരുള്ള നാളികേരം പോലെ ആയിരിക്കില്ല ആലപ്പുഴയിലുള്ളത്, ആലപ്പുഴയിലുള്ളത് പോലെ ആയിരിക്കില്ല പാലക്കാടുള്ളത് പോലെ ആയിരിക്കില്ല കണ്ണൂരുള്ളത്. അപ്പൊ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കേരളത്തിലെ എല്ലാ ആൾക്കാരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ നോർമൽ കേസിൽ 80%, ഒരു ആവറേജ് ആണ് 80 എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ പോളിസി അനുസരിച്ച് 80% കിട്ടിയുള്ളൂ. അതായത് 26,000 കിലോ ഉരുളൻ നാളികേരം വെട്ടിയെടുത്തപ്പോൾ കിട്ടിയേക്കുന്നത് 20,800. അതും അതിനകത്ത് ചേർത്തു. ഇനി എല്ലാ ആളുകളും ഇതുപോലെ ഉരുളൻ നാളികേരം അല്ല കൊണ്ടുവന്നത്. ചില ആളുകൾ എന്ത് ചെയ്തു? അവര് വെട്ടിക്കൊണ്ടുവന്നു. നാളികേരം വെട്ടിക്കൊണ്ടുവന്നു. വെള്ളം കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. വെള്ളം കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലായി അതെന്ത്, അതിൽ വെള്ളത്തിന്റെ ചെലവ് കുറയ്ക്കണ്ട. അപ്പോൾ അതിന് കുറച്ചും കൂടി വില കൂട്ടി കൊടുക്കണം. അങ്ങനെ 500 കിലോ ആളുകൾ എന്ത് ചെയ്തു? വെട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ 17,500 അതിന് കൊടുത്തു. വില കൂട്ടിയാണ്, അതായത് 35 രൂപ ഒക്കെ വിലയിട്ടാണ് 30 രൂപയ്ക്കുള്ള സാധനം 35 രൂപയായി വെള്ളം കളഞ്ഞപ്പോൾ. അങ്ങനെ 500 കിലോ അങ്ങനെയും വന്നു. അങ്ങനെ 20,800 കിലോ നമ്മൾ വെട്ടിയെടുത്തതും പിന്നെ ആൾക്കാർ കൊണ്ടുവന്ന വെട്ടിയതടക്കം നമുക്ക് 21,300 കിലോ നമ്മളുടെ കയ്യിലുണ്ട്. ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇതെന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റേജ് എന്താ? നാളികേരം എന്ത് ചെയ്യണം? നാളികേരം അതിനെ അടുത്ത പ്രോസസ്സിലേക്ക് വിടണം. നാളികേരത്തിന് അടുത്ത പ്രോസസ്സ് എന്താ? കൊപ്രയാക്കുക എന്നുള്ളതാണ്, അല്ലെ? നാളികേരത്തിനെ കൊപ്രയാക്കുമ്പോൾ അതിന്റെ 1/3 മാത്രമേ കിട്ടുള്ളൂ. പച്ച നാളികേരം, അതായത് നമ്മൾ തെങ്ങിന്മേൽ നിന്ന് വീണ് കിട്ടിയ നാളികേരം, എടുത്ത നാളികേരം അത് ഉണക്കി അതിന്റെ ചിരട്ടയും കളഞ്ഞ് ബാക്കി വരുന്നതാണ് കൊപ്ര. ഈ കൊപ്ര 21,300 കിലോ ഉണ്ടായിരുന്നു മൊത്തം. അതിന് കൊപ്രയായിട്ട് വന്നപ്പോൾ 7,455 കിലോ മാത്രമേ കിട്ടി. ഇതും ഒരു സ്റ്റാൻഡേർഡാണ്. അതായത് 65% മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. മാക്സിമം കിട്ടാവുന്നത് 65%. ഇതിലും മാറ്റം വരാം. കാരണം ഈ നാളികേരത്തിനൊരു പ്രശ്നമുണ്ട്. നാളികേരം അവർ തരുമ്പോൾ ഉരുളൻ നാളികേരം എന്ന് ഞാൻ പറഞ്ഞു, അതായത് വെള്ളത്തോടടക്കം, ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അതായത് ചിലപ്പോൾ മോശമായ നാളികേരമായിരിക്കും, ചിലപ്പോൾ മൂക്കാത്ത വിളയാത്ത നാളികേരമായിരിക്കും, ചിലപ്പോൾ പെയ്ഡായിട്ടുള്ള നാളികേരം ഉണ്ടാവും. ഇതെല്ലാം കഴിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ
ഇവിടെ എടുക്കുമ്പോൾ തന്നെ അവര് ഒരു ശ്രദ്ധ ചെലുത്തിയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 65% കിട്ടും. കാരണം വിളയാത്ത നാളികേരം ഉണ്ടാകാം, പേടായ നാളികേരം ഉണ്ടാകാം, ചിലപ്പോൾ ഒന്നുമില്ലാത്ത നാളികേരം ഉണ്ടാകാം, ചിരട്ടയ്ക്ക് കനം കൂടിയതുണ്ടാകും, കനം കുറഞ്ഞതുണ്ടാകാം. ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആവറേജ് ആയിട്ട് ഒരുപക്ഷെ 63 മുതൽ 65% വരെ കിട്ടുമെന്നാണ് പറയുന്നത്. അത് തൃശ്ശൂരിന്റെ കണക്കാണ്. ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും അവർക്കൊരു പോളിസി ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സെയിൽസ്മാനോട് ഏൽപ്പിക്കുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാള് ഇത് കണക്കാക്കുന്നത് ഇതിന് ഇത്രയേ കിട്ടുള്ളൂ എന്നാണ്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് 27,000 നമ്മൾ വാങ്ങി, 27,000 ഒരു 500 നമ്മൾ വാങ്ങി, അതില് 1000 നമ്മൾ കൊടുത്തു, 26,500 നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള കൊപ്ര എന്ന് പറയുന്നത് 7,455 കിലോ മാത്രമാണ്. ഇതൊരു സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് മീൻസ് ഇത് ഒരു സ്ഥലത്തേക്ക് മാറ്റാം. ആവറേജ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് കയ്യിലുള്ളത് കൊപ്ര മാത്രമാണ്, അല്ലെ? കൊപ്രയാണ്. ഈ കൊപ്രയെ നമ്മൾ എന്ത് ചെയ്തു? കൊപ്രയുടെ സ്റ്റോക്ക് നമ്മൾ എടുക്കണം. കൊപ്രയുടെ സ്റ്റോക്ക് രജിസ്റ്റർ വേറെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് കോക്കനട്ടിന്റെ പർച്ചേസും അതിന്റെ സ്റ്റോക്കുമാണ് നമ്മൾ എടുത്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇനി ഇതിൽ ചിലപ്പോൾ നമുക്ക് മുഴുവൻ എടുക്കണമെന്നുണ്ടായിരുന്നില്ല. ഇത് പക്ഷെ നമ്മളെല്ലാം എടുത്തിട്ടാണ് കൊപ്ര ആക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ കൊപ്ര 7,455 കിലോ കൊപ്ര നമ്മളുടെ കയ്യിലുണ്ട്, പുതിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇങ്ങനെയായിരിക്കണം. ഇതിൽ ഓപ്പണിങ് ഞാൻ ഇട്ടിട്ടുണ്ട്, 2,000 കിലോ അവിടെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ 7,455 കിലോ നമ്മൾക്ക് ഇപ്പോൾ നേരത്തെ ഈ 20,000 സംതിങ് നമ്മൾ കൊണ്ടുവന്നിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് 7,455 കിലോ കൊപ്രയാണ്. അപ്പൊ രണ്ടും കൂടി നമുക്ക് എത്രയുണ്ട്? 9,455 കിലോ കൊപ്ര നമ്മളിരുന്നു. അതിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 3,000 കിലോ നമ്മൾ എന്തെടുത്തു? 3,000 കിലോ നമ്മൾ കൊപ്ര വെളിച്ചെണ്ണയാക്കി ആട്ടാനായിട്ട് എടുത്തു. ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 7,455 അല്ല 6,455 ഇതൊന്ന് സോറി, ഇവിടെ 6,455 ഓർത്തോളൂ കേട്ടാ. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പൊ 7,455 കിലോയിൽ 3,000 കിലോ നമ്മൾ കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ ആട്ടാനായിട്ട് നമ്മൾ എടുത്തു. ബാക്കിയുള്ള 6,455 കൊപ്ര സ്റ്റോക്ക് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. നേരത്തെ പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ കൊപ്ര സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 6,455 കിലോ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ രജിസ്റ്ററിൽ, നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിൽ വരേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 7,455 കിലോ നമ്മൾ എടുത്തപ്പോൾ കിട്ടിയ വെളിച്ചെണ്ണയെ കുറിച്ച്. 7,455 അല്ലാതെ ക്ലോസിംഗ് സ്റ്റോക്ക്, 6,455 ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലിന്റെ കാര്യമാണ്. നമ്മൾ എത്രയാണ് കൊപ്രയാക്കാൻ എടുത്തത്? 3,000 കിലോ ആണ്. 3,000 കിലോ കൊപ്ര വെളിച്ചെണ്ണ ആട്ടിയപ്പോൾ, അതായത് 3,000 കിലോ കൊപ്ര നമ്മൾ ആട്ടിയപ്പോൾ നമുക്ക് 1,893 കിലോ വെളിച്ചെണ്ണ കിട്ടും. ഇതും സാധാരണഗതിയിൽ ഈ 65% കണക്കിലെത്തും. 65% നമുക്ക് വെളിച്ചെണ്ണയാൽ കിട്ടുക. 3,000-ന്റെ ഏതാണ്ട് 65%. ഇതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളയാത്ത നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കുറവായിരിക്കും കിട്ടുക. വെളിച്ചെണ്ണ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വിൽപ്പന നടത്തി, വെളിച്ചെണ്ണയിൽ വിൽപ്പന നടത്തി, ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. 3,000 കിലോ കൊപ്ര എടുത്തു, അത് വെളിച്ചെണ്ണയാക്കി മാറ്റി, ബാക്കി അതിൽ നിന്ന് നമ്മൾ വിൽപ്പന നടത്തി, ബാക്കി നമ്മൾ ഈ ബാക്കി വന്ന ഈ 1,643 നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് പോവുക. ഇനി നമ്മൾ വേറൊരു ഐറ്റം കൂടി ഇതിലുണ്ട്. കോക്കനട്ട് കേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കൊപ്ര 3,000 കിലോ ആട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 1,893 കിലോ വെളിച്ചെണ്ണയാണ് എങ്കിൽ ബാക്കി എന്തായിരിക്കും കിട്ടുക? ബാക്കിയുള്ളത് നമ്മൾ
നാളികേരത്തിന്റെ പിണ്ണാക്ക് എന്ന് പറയുന്ന കോക്കനട്ട് കേക്കാണ് കിട്ടുക. വെളിച്ചെണ്ണ കഴിഞ്ഞാൽ കിട്ടുന്നത് കേക്കാണ്. പിന്നെ കുറച്ച് വേസ്റ്റേജും ഉണ്ടാകും. അപ്പൊ നമ്മൾ 3000 കിലോ കൊപ്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 984 കിലോ കേക്ക് ലഭിച്ചു. ഇതും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 33% കേക്കായിട്ട് ലഭിക്കുക. അതും ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകാം. 33 ചിലപ്പോൾ 32 കിട്ടുമായിരിക്കാം, 34 കിട്ടുമായിരിക്കാം. ഇതൊക്കെ ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇരിക്കും. അത് വിൽപ്പന നടത്തി ബാക്കിയുള്ള 734 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് അല്ല സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ടത്. ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, എന്നിട്ട് അടുത്തേക്ക് പോകാൻ നേരത്തില്ല. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇത് കുറച്ച് അധികം കണക്കുകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും സംശയം? ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പം സപ്പോസ് ഇനി കൊപ്രയാക്കാൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക? ഉദാഹരണം, തേങ്ങ നമ്മൾ കൊപ്രയാക്കാൻ വേണ്ടി ഡ്രയറിൽ ഇട്ടു, പക്ഷെ അത് കൊപ്ര ആയിട്ടില്ല. അത് ഏതിൽ പെടുത്തണം? അതായത് ഈ കൊപ്ര ആകുന്നത് ഈ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുമ്പോഴാണ് കൊപ്രയാകുന്നത് അല്ലെ? അതായത് നാളികേരത്തിൽ നിന്ന് ഉണങ്ങിയിട്ട് അതിന്റെ കൊപ്രയാകുന്നത് ഈ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുമ്പോഴാണ് അല്ലെ? അതുവരെ അത് നാളികേരമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത് കൊപ്ര ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനെ കൊപ്രയായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിന് തൂക്കം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനു മുമ്പ് വരെ കാണുന്നതെല്ലാം നമുക്ക് അതിന് പ്രത്യേകിച്ച് ചില ഉണക്കുകൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അപ്പൊ അത് വേറൊരു പ്രോഡക്റ്റ് അവിടെ ആയിട്ടില്ല. നാളികേരം വെട്ടി തൂക്കം എടുത്തതിന്റെ കണക്കുണ്ടല്ലോ നമ്മളുടെ കയ്യിൽ, വെട്ടിയത് അടക്കം, ആ കണക്ക് മാത്രമേ അതിലെടുക്കാൻ പറ്റുള്ളൂ, നാളികേരത്തിന്റെ വില. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൽ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത് പിണ്ണാക്ക് പോലെ തന്നെ ചിരട്ടയും വരുന്നുണ്ട്. വരും. അത് നമ്മൾ സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യും. സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ, കിട്ടിയതെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ചിരട്ട തൂക്കമല്ല, എണ്ണമല്ല. എണ്ണം നമുക്ക് എടുക്കാം, എണ്ണ എടുക്കുമ്പോഴും കുറെയൊക്കെ പൊട്ടിപ്പോകും. അതായത് ഈ ചിരട്ട കൊപ്രയിൽ നിന്ന് വിട്ടു പോകുമ്പോൾ കുറെയൊക്കെ വിട്ടുപോരാ, ഒടിഞ്ഞു പോകാം, ഇതായിട്ട് പോകാം. പിന്നെ ഈ ചിരട്ട ഇട്ട് തന്നെയായിരിക്കും ഇവർ ഉണക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് ഉണക്കാൻ വേണ്ടി ഡ്രയറിൽ ഇടുമ്പോൾ, ചിലർക്ക് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഈ ഇലക്ട്രിക്കൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇടെങ്കിലും ആദ്യം ആ ഫർണസ് കത്തിക്കാനായിട്ട് ഈ ചിരട്ടയാണ് പലരും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതില് എത്ര കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ അവിടെ പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കോക്കനട്ട് മില്ലില് ഈ തേങ്ങയിലും ഡാമേജ് വരും, കൊപ്രയിലും ഡാമേജ് വരാം, എണ്ണയിലും ഡാമേജ് വരാം അല്ലെ? അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. കൊപ്ര ഇത്ര ഡാമേജ് ആണ്, അത് നമ്മൾ കണ്ടിരിക്കണം ഡാമേജ് ആണെങ്കിൽ. വെളിച്ചെണ്ണയിലെ ഡാമേജ് നമുക്ക് പറയാൻ പറ്റില്ല. വെളിച്ചെണ്ണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ വിട്ടുപോകും, അതായത് സോറിങ്, അതായത് ചിലപ്പോൾ ഒഴിക്കുമ്പോൾ പോകാം, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് വേസ്റ്റേജിൽ പെടുത്താനേ പറ്റും. കാരണം ഇതിൽ 2% വേസ്റ്റേജ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇതിലുണ്ട്. അതായത് നമ്മൾ 65% വെളിച്ചെണ്ണയും 33% കേക്കും 2% വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റേജിന്റെ ഗണത്തിലെ അതിനെ പെടുത്താൻ പറ്റുള്ളൂ സാധാരണഗതി. പോകുന്ന കേസ് ആകുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് വേസ്റ്റേജ് എന്ന് പറയുന്നത് ഈ കൊപ്രയുമല്ല, കേക്കുമല്ല, വെളിച്ചെണ്ണയുമല്ല, ആ ഒരു പരുവത്തിലുള്ള സാധനത്തിനാണ് നമ്മൾ വേസ്റ്റേജ് എന്ന് പറയാം. 2%. ഈ 2% ഉൾപ്പെടുത്താനേ നമുക്ക് അതിനെ കുറിച്ച് നിർവാഹമുള്ളൂ. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്ര പോകും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതിനാണ് ബാങ്കിന്റെ സംഘത്തിന്റെ പോളിസി വേണ്ടത്. ഈ തേങ്ങയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ഈ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് തേങ്ങ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. കാരണം അത് സ്മെല്ലുണ്ടാവുന്ന സാധനമാണല്ലോ കേടായി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് കത്തിക്കാൻ എടുക്കും. അപ്പൊ അത് ഭരണസമിതി തീരുമാനം എടുത്താൽ മതിയാകുമല്ലോ. മതി, അതാണ് ഭരണസമിതിയുടെ പോളിസി വേണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ കേടുവന്നത് ഇത്ര ഉണ്ടായിരുന്നു, അത് കത്തിച്ചു കളയാനോ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാനോ
തീരുമാനം ഉണ്ടാക്കിയാൽ മതി ഇത്ര കിലോ എന്ന് പറഞ്ഞിട്ട്. അതിനാണ് നമ്മുടെ ഭരണസമിതി ഒരു പർച്ചേസ് കമ്മിറ്റി പോലെ ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി വെക്കുന്നത്. പോളിസി വേണം അതിന്. ഓക്കെ ഓക്കെ താങ്ക് ഓക്കെ. ഹലോ, അങ്ങനെ ഒരു കാര്യം അതായത് ഇപ്പൊ ഈ ഭരണസമിതി തീരുമാനം എടുത്ത് നമ്മൾ ഈ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് വലിയ തുക ഇത്തരത്തില് ഭരണസമിതി തീരുമാനം എടുത്ത് ഡിസ്പോസ് ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ അങ്ങനെ വലിയ തുകയാണെങ്കിൽ അത് ഭാഗത്തെ കൂടി അറിയിച്ച് അത് ആ ടൈമിൽ ആ സാധനം ഫിസിക്കലി അവിടെ ഉണ്ടല്ലോ, വലിയ എമൗണ്ട് അങ്ങനെ ചെയ്യുന്നത് ഉചിതമായിരിക്കും. അതായത് വലിയ എമൗണ്ട് നമ്മൾ ഇതുപോലെ ഡിസ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താവും എന്നാണല്ലേ ചോദിക്കുന്നത്. അതായത് സംഘം ഭരണസമിതിയോ അവരും നമ്മൾ ഒത്തുചേർന്ന് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അറിയാൻ പോകുന്നില്ല എന്നല്ലേ പറയുന്നത്. ഭരണവിഭാഗത്തെ അറിയിക്കുന്നത് ഉചിതമായിരിക്കില്ലേ? ഭരണവിഭാഗത്തിനെ അറിയിക്കുന്ന ഉചിതമായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഇടയ്ക്ക് കയറി നമ്മൾ ഒരു ഓഡിറ്റർ, നമ്മൾ കൺകറന്റ് ഓഡിറ്റർക്ക് വേണമെങ്കിൽ പോയി പരിശോധിക്കാം. അല്ലാത്ത കേസിൽ നമുക്ക് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഓഡിറ്റർമാർക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല അതിന്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചാൽ ഇത്രയധികം സാധനങ്ങളുടെ ഡാമേജ് ആയിട്ട് കളഞ്ഞു എന്നും ഈ സ്ഥാപനം നഷ്ടത്തിലാണെന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതിന് നമുക്ക് വാസ്തവത്തിൽ പോളിസി ഒന്നും ഇല്ല. അല്ല, അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണത്തില്ലെങ്കിൽ എൻ്റെ ഒരു സംഘത്തില് കോവിഡിന്റെ കാലത്ത് വലിയ രീതിയിൽ അവര് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സംഘമായിരുന്നു. വലിയ എമൗണ്ട് അവിടെ ഡാമേജ് ആയി പോയി എന്നാണ് അവർ പറയുന്നത്. വലിയ എമൗണ്ട് ആണ്, ഒരു 3-4 ലക്ഷം രൂപയുടെ ഐറ്റം ഉണ്ട്. ഈ 3-4 ലക്ഷം രൂപയുടെ ഐറ്റം ആ സംഘത്തിൽ നിന്ന് സ്റ്റോക്കായി കേടായി പോയപ്പോ അത് മുഴുവൻ ഡെഫിസിറ്റായി വന്നു. ഞാനത് ഫോട്ടം വെച്ചു. അപ്പോ സംഘം എന്നോട് ഇത് അതായത് ആ സമയത്ത് മുഴുവൻ ഡാമേജ് ആയി പോയതാണ്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എത്ര സാറ് വന്നിരുന്നെങ്കിൽ നമുക്ക് തരാമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോൾ സംഘം ഇത് യഥാസമയം ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് ഞങ്ങളവിടെ ഇങ്ങനെ ഒരു കോവിഡ് വന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കെട്ടിടം തീ പിടിക്കുക, കത്ത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുമ്പോൾ നമുക്കൊരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡാമേജ് ഇതിനോ വലിയ എമൗണ്ടിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ചെറിയ എമൗണ്ട് ഒന്നും അല്ല, വലിയ എമൗണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെ പോളിസി ഉണ്ടാവുന്നത് ഉചിതമായിരിക്കില്ലേ എന്നൊരു സജഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് നിർദ്ദേശം കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരണസമിതി ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഒന്ന് പരിശോധിക്കണം എന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടാൽ നമ്മളെ കൺട്രോളിംഗ് ഉദ്യോഗസ്ഥ അനുവദിച്ച് നമുക്ക് പോകാവുന്നല്ലോ. ഓഡിറ്റർ AD പറയാണ് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരൂ, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഭരണസമിതിയാണ് ഈ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മൊത്തം അധികാരി എന്നുള്ളത് കൊണ്ട് ആ ഭരണസമിതി ആവശ്യപ്പെട്ടാൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനാണ് ഭരണവിഭാഗം നമ്മളും ഓഡിറ്റ് വിഭാഗവും നമ്മളും കൂടി ചെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പോയി വെരിഫൈ ചെയ്ത് നമ്മളതിൽ നോട്ട് ചെയ്ത് പോരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിതൊന്നും അറിയാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മാർച്ച് 31 അല്ലെങ്കിൽ നമ്മൾ ഓടിന്റെ സമയത്ത് നമ്മളിത് അറിയുന്നുള്ളൂ എങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇത് സംഘത്തിനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ലാസ്റ്റ് സമയത്ത് അറിയിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് വെരിഫൈ ചെയ്തിരിക്കും, ഇല്ലേ? അതാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി വേറൊരു കാര്യം ഇതിലുള്ളതേ, ഞാൻ ഇപ്പൊ അറിഞ്ഞൊരു കേസാണ്. അതായത് ചില സ്ഥലങ്ങളിൽ തൊണ്ടോട് കൂടിയ നാളികേരം വാങ്ങുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള കേസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് വെക്കണം. തൊണ്ടോട് കൂടിയ നാളികേരത്തിന് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലെന്ന് പറയാൻ ഉള്ളിലുള്ളത് എന്താണ് നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം വലിയ തൊണ്ടായിരിക്കാം, ചെറിയ തൊണ്ടായിരിക്കാം, അതിനുള്ള റിസ്ക് അതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് നഷ്ടത്തിനോടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഒരു സമ്പ്രദായം നിർത്താനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അത്രേ പറ്റുള്ളൂ. കാരണം ഈ ഉള്ളിലിരിക്കുന്നത് എന്തിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചക്കയാണോ മാങ്ങയാണോ, അതിൻ്റെ ഉള്ളിൽ കഴമ്പുണ്ടോ, വെള്ളമുണ്ടോ, അത് മുളച്ചതാണോ മുളയ്ക്കാത്തതാണോ, വിളഞ്ഞതാണോ വിളയാത്തതാണോ നമുക്ക് അറിയാനായിട്ടൊരു മാർഗമില്ല. പേടായ തേങ്ങയാണോ ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ തൊണ്ടോടുകൂടി എടുക്കുമ്പോൾ
അതിൽ റിസ്ക് കൂടുതലാണ്. അതോടൊപ്പം തന്നെ അതിലൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള തൊണ്ട് കൂടി അവിടെ വരും. നേരത്തെ നമ്മളുടെ ചിരട്ടയാണെങ്കിൽ ചിരട്ടയ്ക്ക് പകരം ചിരട്ടയും ഉണ്ടാകും, ഈ തൊണ്ടും ഉണ്ടാകും. അപ്പൊ എണ്ണത്തിനായിരിക്കും അവർ എടുക്കുക. എണ്ണത്തിന് എടുക്കുമ്പോഴുള്ള റിസ്ക് നമുക്കറിയാവുന്നതാണ് അല്ലെ. അതെടുക്കുമ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ്. വെട്ടിയെടുക്കുമ്പോൾ തന്നെ റിസ്ക് ആണ്, പിന്നെയാണ് തൊണ്ടോടുകൂടി എടുക്കുമ്പോൾ. ഇതാണ് ഇതിലൊക്കെ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? ഒരു സംശയം, നമ്മൾ ഈ കൺവേർഷൻ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണ കൊപ്ര വെളിച്ചെണ്ണയാകുമ്പോഴും അതുപോലെ ഉണ്ട കൊപ്രയാകുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് നമുക്ക് ആധികാരികമായ കോക്കനട്ട് ബോർഡിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺവേർഷൻ ടേബിളോ കേരള ഗവൺമെന്റിന്റെ അംഗീകരിച്ച ഒരു കൺവേർഷൻ ടേബിളോ? നാളികേരത്തിന്റെ കേസിൽ നാളികേരം നമ്മൾ വിലയിലാണ് നമ്മൾ ഇത് അറിയുക. അതായത് നമ്മൾ ഈ കമ്പോള നിലവാരം കണ്ടിട്ടുണ്ടോ? കമ്പോള നിലവാരം, അതില് കമ്പോള നിലവാരം എടുക്കുന്നത് ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ടാണ്. അതായത് നാളികേരത്തിന് വില കണ്ടുപിടിക്കുന്നത് കൊപ്രയുടെ 3 ഇരട്ടി, അല്ല സോറി 1/3, സോറി 3 ഇരട്ടി. അങ്ങനെയാണ് കമ്പോള നിലവാരത്തിൽ ഈ ഇത് കൊണ്ടുവരിക, മാർക്കറ്റിലെ വില അങ്ങനെ. അപ്പൊ അതിനൊരു എന്തെങ്കിലും മാർഗം വേറെ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ പണ്ട് പത്രങ്ങളിലും റേഡിയോയിലൊക്കെ നമ്മൾ കമ്പോള നിലവാരം കേട്ടിട്ടുണ്ട്. കമ്പോള നിലവാരത്തിൽ ഇതാണ് ആധാരമാക്കുന്നത്. നെല്ലിന്റെ കേസ് സോറി കേൾക്കണില്ലേ? കോക്കനട്ട് ഡെവലപ്മെന്റ് ഒരു ഫോർമുല ഉണ്ട്. നമ്മള് 100 കിലോ തേങ്ങയ്ക്ക് ഇത്ര കിലോ കൊപ്ര കിട്ടുമെന്നും ഇത്ര കൊപ്ര, സാറ് പറഞ്ഞതുപോലെ തന്നെ 65% എണ്ണ കിട്ടും. പക്ഷെ കൊപ്ര കിട്ടുന്നത് 100 കിലോയ്ക്ക് 27% വരെ, ഒരു 25 മുതൽ 30 വരെ കൊപ്ര കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിത് എടുത്തതേ ഞങ്ങളുടെ അടുത്ത് ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംഘത്തിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാനിത് എടുത്തത്. അപ്പോൾ അവർക്ക് 34% വരെ കിട്ടുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. പാലക്കാടുള്ള നാളികേരത്തിന്റെ ക്വാളിറ്റി അല്ല ആലപ്പുഴയിലും കണ്ണൂരും ഉള്ളത്, വ്യത്യാസമുണ്ട്. ഞാനിവിടെ ചെയ്തത് ഞങ്ങളൊരു മലയോര പ്രദേശത്തുള്ള തെങ്ങിൻ തോപ്പിൽ നിന്നാണ് അവിടെ തേങ്ങകൾ വരുന്നത്, നാളികേരം വരുന്നത്. അപ്പൊ അവിടെ കിട്ടുന്ന രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് അവർ ഇത്രയും 33%, 35% ഒക്കെ കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നതനുസരിച്ചാണ് നമ്മളത് നോക്കുന്നത്. അപ്പൊ അവർക്ക് വർഷങ്ങളായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ആവറേജ് കണക്കല്ല. അതുപോലെ തന്നെ ഞാൻ മാർക്കറ്റ് നോക്കിയപ്പോ ഏലം, കുരുമുളക് ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് പറയുന്നത്. കുരുമുളകിനൊക്കെ നമുക്ക് വാസ്തവത്തിൽ കൃത്യമായിട്ട് ഇത് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അതില് ഉള്ളില് ഒന്നുമില്ലാത്ത അല്ലെ, ഉള്ളിൽ മീൻസ് വെച്ചാൽ അതിന് ഒരു മിനിമം കിട്ടേണ്ടതാണ്. പക്ഷെ അതുവരെ വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്തെയും ക്വാളിറ്റി അനുസരിച്ച്. നാളികേരം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു 33, 30 മുതൽ 35, 36 വരെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു കണക്ക് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടെങ്കിൽ, നാളികേര വികസന ബോർഡിന് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല. പക്ഷെ നമുക്ക് പറയാം 30-ൽ താഴില്ല എന്ന് നമുക്കാണെങ്കിൽ പറയാം. പക്ഷെ ഇതുപോലെയല്ല നമ്മുടെ ഈ പാഡി ഉണ്ടല്ലോ, പാഡിക്ക് കൃത്യമായ കണക്ക് കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷി വകുപ്പ് പറയുന്നുണ്ട്. അതായത് അതിന്റെ പാഡി എന്ന് പറയുന്ന നെല്ല് റൈസ് ആക്കാൻ എടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവരെടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഈർപ്പം ഉണ്ടാവുമല്ലോ. നമ്മൾ നെല്ല് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല, പുഴുങ്ങിയതിന് വ്യത്യാസം ഉണ്ടാവും, പുഴുങ്ങാത്തതിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ 2 ആഴ്ച വരെ 1% അതിന്റെ ഈർപ്പം ഉണ്ടാവും എന്ന് പറയാം, കുറയും ഒരാഴ്ച കൊണ്ട്. പിന്നെ അത് 5 മാസമൊക്കെ ആകുമ്പോഴേക്കും അത് 4 മുതൽ 5% വരെ കുറയും, അതിന്റെ ഈർപ്പം പോയിട്ടുണ്ടാവും. ഇത് കൃഷി ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കണക്കാണ്. അപ്പോൾ ഈ പാഡി എടുക്കുന്ന സ്ഥാപനങ്ങൾ അത് വളരെ കുറച്ച് സംഘങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവർ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇവര് ആദ്യമേ തന്നെ ഇത് കുറച്ച്, നമ്മളിപ്പോ ഗോൾഡ് എടുക്കുമ്പോൾ പറയില്ല അതിൽ ചെളി ഇത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് എടുക്കില്ലേ. അപ്പൊ 1000 കിലോ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 5% കുറച്ചിട്ടാണ് അവർ വില കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് എടുപ്പിൽ നമുക്കതിൽ കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും, ചിലപ്പോൾ അതിൽ കുറവുണ്ടാവും. അത് ആവറേജ് അവരിങ്ങനെ കൃഷി വകുപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം ഒരു കണക്കുള്ളത് കൊണ്ട്
അവർക്ക് വളരെ സൗകര്യമാണ്. കാരണം പാഡിയിലൊന്നും അത്രയധികം വ്യത്യാസങ്ങൾ വരാൻ വഴിയില്ല. നാളികേരത്തിന്റെ പോലെ ഒന്നും വരില്ല. പാഡിയിൽ അവർ പറയുന്നത് വെച്ചാൽ 2 ആഴ്ച വരെ 1% കുറയും. തുടർന്ന് അങ്ങോട്ട് 5 മാസക്കാലം ആകുമ്പോഴേക്കും 4 മുതൽ 5% വരെ അതിന്റെ ഈർപ്പം കുറയുന്ന പറയുന്നത്. അപ്പൊ അവരതിൽ കുറച്ചുള്ള വിലയ്ക്ക് അവർ എടുക്കുള്ളൂ. 1000 കിലോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5% കുറച്ച് അവർ തൂക്കം എടുക്കുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചും പ്രശ്നമില്ല, നമുക്ക് സ്റ്റോക്ക് എടുക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ നാളികേരത്തിന്റെ കേസിൽ സ്റ്റോക്ക് രജിസ്റ്റർ വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതുപോലെ റബ്ബറിന്റെ കേസിൽ റബ്ബറിനും ഇതുപോലെ സംഭവിക്കാം. അതിന് ഓരോ പ്രാവശ്യവും അത് പോളിസി മറ്റേ സംഘങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. റബ്ബർ മാർക്കറ്റിംഗ് സംഘങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക, അവർ ഇത്ര ശതമാനം കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരുമാനം അവരുടെ കയ്യിലുണ്ട്. ആ തീരുമാനം വെച്ച് അവർ സ്റ്റോക്കിൽ കുറച്ച് കാണിക്കും. അങ്ങനെയാണ് അവർ ചെയ്യുക. ഇത്രയും ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഇത്രയും ഈർപ്പമുണ്ട്, അത് കുറഞ്ഞിട്ടുണ്ട്, തൂക്കം കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കും. അതാണ് പറഞ്ഞത്, ഒരു പോളിസി ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞല്ലോ 30% വരെയാണെന്ന് പറഞ്ഞല്ലോ, അവിടെ 30% വരെ കിട്ടുന്നുണ്ടാവുള്ളൂ. അത് ആ സംഘത്തിന്റെ പോളിസി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ 33% കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ 35% കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ പോളിസി. അതിൽ കൂടുതലോ കുറവോ ചെറിയതൊക്കെ വരാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവർ മാറ്റം വരുത്തും, അത്ര തന്നെ. ഓക്കെ, നാളികേരത്തിന്റെ വിഷയം കഴിഞ്ഞോ? ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ എടുക്കാം. കാരണം ഇത് പറയാൻ സമയം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നേരത്തെ ചെയ്തത്. നമ്മൾ പറഞ്ഞപ്പോൾ നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയൊരു കേസ് ഉണ്ട്. നമ്മൾ ക്യാഷ് വെരിഫിക്കേഷന്റെ കേസ് പറഞ്ഞല്ലോ. ക്യാഷ് വെരിഫിക്കേഷന്റെ കേസിൽ പുതിയ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ക്യാഷ് ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യരുത്. അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിച്ചിട്ട് കാണിച്ചു തരാനാണ് പറയേണ്ടത്. ക്യാഷ് നമ്മളെ മുന്നിൽ അവർ കൊണ്ടുവന്ന് വെച്ച് തരും. ഒരിക്കലും നമ്മളത് കൈകൊണ്ട് തൊടരുത്. അത് നമ്മളുടെ സേഫ്റ്റിക്കാണ്. പുതിയ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. സാറ് എണ്ണിക്കോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് തരും. പക്ഷെ ഒരിക്കലും നമ്മളത് കൈകൊണ്ട് എണ്ണരുത്. അവർ പറഞ്ഞ ഡിനോമിനേഷൻ അവർ എണ്ണി കാണിച്ച് നമുക്ക് തരണം. എന്നാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ. നമ്മൾ എണ്ണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ പുലിവാലൊന്നും നമ്മൾ പിടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ അവരുടെ എണ്ണം മാത്രം എടുത്ത് നോക്കിയാൽ മതി. അവർ മെഷീനിലിട്ട് കാണിച്ചെന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ചില്ലറ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ചാക്കുകളിൽ ചില്ലറയായിട്ട് കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം അവരോട് പറയാ 100 രൂപയുടെയോ 1 രൂപയുടെ 100 ഒരു പാക്കറ്റ്, അങ്ങനെ ഓരോ കെട്ടുകളാക്കി വെക്കാൻ പറയാം. അല്ലെങ്കിൽ 1000 രൂപ ചില്ലറയുണ്ട്, അതെല്ലാം കൂടി ഒരു ചാക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. 5ന്റെ കോയിൻ അതൊരു വലിയ കെട്ടായിട്ട് നമ്മുടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ല. അവരോട് പറയാ 5ന്റെ 25 വെച്ചിട്ടുള്ള ഒരു കെട്ട് അല്ലെങ്കിൽ 50 വെച്ചിട്ടുള്ള ഒരു കെട്ട്. എന്നിട്ട് ആ കെട്ടുകളിൽ റാൻഡം ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാനേ പറ്റുള്ളൂ. ഒരു കെട്ടിൽ 25 പറഞ്ഞാൽ 25 ഉണ്ടോ എന്ന് തന്നെ നോക്കുക. ഒരെണ്ണം 2 3 റാൻഡം എടുത്ത് നോക്കുക. അല്ലാതെ ഇതെല്ലാം കൂടി എണ്ണി നോക്കുക നമുക്ക് നടക്കില്ല. അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ക്യാഷ് കൈകൊണ്ട് നമ്മൾ എണ്ണരുത്. ചില്ലറ ഉണ്ടെങ്കിൽ അത് കെട്ടുകളാക്കി തരംതിരിച്ച് തരാനായിട്ട് ആവശ്യപ്പെടുക. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ക്യാഷിന്റെ കേസിൽ. ഇനി നമുക്ക് ട്രേഡ് സ്റ്റോക്കിലേക്ക് തന്നെ വീണ്ടും വരാം. നീതി മെഡിക്കൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റോക്ക് രജിസ്റ്റർ ആയിരിക്കും ഉണ്ടാകുക. ആ കമ്പ്യൂട്ടർ സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലയബിലിറ്റി രജിസ്റ്റർ ആയിരിക്കും. സിംഗിൾ ഐറ്റങ്ങൾ മാത്രമേ മാനുവലായിട്ട് ഐറ്റം വൈസ് സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ഈ പ്രീ ചെക്ക്ഡ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കണം. പ്രീ ചെക്ക്ഡ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവര് എന്നാണോ സെയില് നിർത്തുന്നത്, സ്റ്റോക്ക് എടുക്കാനായിട്ട് സെയില് നിർത്തുന്നത്, ആ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് അത് ആ ഷീറ്റ് സിസ്റ്റം വെച്ച് നമ്മൾ നോക്കണം. അവരുടെ സിസ്റ്റത്തിലും ഇവരുടെ കയ്യിലിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതുപോലെ റാക്ക് വൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ഒരു സ്ഥാനം നമുക്ക് പരിശോധിക്കാനായിട്ട് ബുദ്ധിമുട്ടാകാൻ വേണ്ടി ഒരു റാക്കിൽ ഒരു മരുന്ന്, പിന്നെ അപ്പുറത്ത് കുറച്ച് ദൂരം നീങ്ങിയിട്ട് വേറെ റാക്കിൽ വേറെ ഒരു മരുന്ന്, അങ്ങനെ പറ്റില്ല. ആൽഫബറ്റിക് ഓർഡറിൽ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിലുള്ള സ്റ്റോക്ക് ലിസ്റ്റ് ആയിരിക്കണം നമുക്ക് തരേണ്ടത്. അല്ലെങ്കിൽ സ്റ്റോക്ക് നോക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും.
പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രീ ചെക്ക്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലിസ്റ്റും നമ്മളെ സ്റ്റോക്ക് ലിസ്റ്റും വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, വ്യത്യാസം ഉണ്ടോ നോക്കുക. സാധാരണ വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വലിയ വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അല്ലാത്തതാണെങ്കിൽ ഒരു 50 രൂപ 60 രൂപയ്ക്ക് അങ്ങനെയൊക്കെ തോതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അവരെ കൊണ്ട് പൈസ അടപ്പിച്ച് സെയിലാക്കി കാണിക്കാനേ നമുക്ക് നിർത്തിയുള്ളൂ. അല്ലെങ്കിൽ ഡെബിസിറ്റ് സ്റ്റോക്ക് നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. പിന്നെ അതുപോലെ ഡാമേജ് സ്റ്റോക്കിനെയും എക്സ്പയർഡ് മെഡിസിനെയും ലിസ്റ്റ് സെപ്പറേറ്റ് വേണം. ഡാമേജ് ലിസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിനും മെഡിക്കൽ സ്റ്റോറിനും ബാധകമാണ്. ഡാമേജ് ലിസ്റ്റ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഡാമേജ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ എക്സ്പയർഡ് ആകാൻ കാരണം എന്താണെന്ന് നമ്മൾ നോക്കണം. എക്സ്പയർഡ് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എക്സ്പയർഡ് ആകുന്നത് അവരുടെ കുഴപ്പം കൊണ്ടാണെങ്കിൽ അവരുടെ പേരിൽ തന്നെ അത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞതാണ്, അതായത് എഡിറ്റ് ചെയ്യണം. നമ്മൾ നോക്കിയപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. 10 കണ്ടെടുത്ത് 5 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതെല്ലാം സ്റ്റോക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ആയിരിക്കണം ഓപ്പണിംഗ് ആയിട്ട് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. 10 കാണുന്നതിന് ഒരു 5 ഉണ്ടായുള്ളൂ. ആ 10 വെച്ച് പിന്നെ തുടങ്ങാൻ പാടില്ല. 5 വെച്ച് തുടങ്ങാവൂ. കാരണം 5 അവിടെ ഉള്ളൂ. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത് തന്നെയായിരിക്കും. എന്നിട്ട് ഒരു ഫൈനൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് എടുക്കുക. പിന്നെ ഡാമേജ് ഡെഫിസിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഡെഫിസിറ്റ് ആണെങ്കിൽ വലിയ തുകയാണെങ്കിൽ സ്പെഷ്യൽ റിപ്പോർട്ട് വെക്കണമെന്നാണ് നമ്മുടെ ഓഡിറ്റ് മാനുവൽ പറഞ്ഞിരിക്കുന്നത്. ഡെഫിസിറ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റിപ്പോർട്ട് DCAക്ക് കൊടുക്കണമെന്ന് ഓഡിറ്റ് മാനുവലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഒരു സംശയം ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസ് വന്നാൽ അത് എങ്ങനെ എൻട്രി ചെയ്യുന്നതാണ് മെഡിക്സിലൊക്കെ. ഈ ചില സംഘങ്ങളിൽ കണ്ടുവരുന്ന ചില പ്രാക്ടീസുകളുണ്ട്. അത് നമുക്ക് നിർത്തിക്കണം. അതായത് ഇവര് മെഡിസിനൊക്കെ വളരെ നേരത്തെ കൊണ്ടുവന്ന് സംഘത്തിൽ കൊണ്ടുപോയി കൊടുക്കും. ബില്ല് പിന്നെ കൊടുക്കുള്ളൂ. അത് നമ്മുടെ സ്റ്റോക്കിന് ശരിക്കും ബാധിക്കും. അതായത് മാർച്ച് അവസാനമാകുമ്പോൾ കുറെ സ്റ്റോക്ക് കൊണ്ടുവന്ന് സംഘത്തിൽ കൊണ്ടുവന്ന് വെക്കും. അത് സംഘം അറിയില്ല, മെഡിക്കൽ സ്റ്റോർ മാത്രമേ അറിയുള്ളൂ കുറെ സ്റ്റോക്ക് കൊണ്ടുവന്നു. അതല്ലെങ്കിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് സ്റ്റോക്കിൽ കുറവുണ്ടോ എന്നൊരു സംശയം തോന്നുമ്പോൾ ഇവര് കുറച്ച് സ്റ്റോക്കുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുത്തിക്കും. എന്നിട്ട് ബില്ലൊന്നും കൊണ്ടുവരില്ല, ബില്ലൊന്നും കാണിക്കില്ല, പർച്ചേസിലും കാണിക്കില്ല, സ്റ്റോക്ക് മാത്രം ഇവിടെ കൂടും. അപ്പൊ എന്തായി? ഡെബിസിറ്റ് മാറി കിട്ടി. പിന്നെ ഏപ്രിൽ 1 ശേഷം ഇവര് പർച്ചേസിൽ അത് കയറ്റും. പർച്ചേസ് കയറ്റി കഴിയുമ്പോൾ എന്തായി? ഇവരുടെ ഡെബിസിറ്റും പോയി കിട്ടി, പർച്ചേസിന്റെ പൈസ ഈ സംഘം എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് സംഘം ഒന്നും അറിയണ്ടാവില്ല. കാരണം സംഘത്തിലെ ജീവനക്കാർ എപ്പോഴും ഈ മെഡിക്കൽ സ്റ്റോറിലൊന്നും വന്നിരിക്കാൻ പോണില്ലല്ലോ. അവരെന്ത് ചെയ്യും? അവര് ബില്ല് വന്നിട്ടുണ്ട്, അവിടുത്തെ സെയിൽസ്മാൻ അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോൾ ലൈബിലിറ്റി കയറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ്. ക്രെഡിറ്റ് ഇതുപോലെ തന്നെ ക്രെഡിറ്റിന്റെ കേസ് എല്ലാം ക്രെഡിറ്റ് ആയിരിക്കും. കാരണം ഇന്ന് കൊണ്ടുവരുന്ന മരുന്ന് ഇന്ന് ഒരു പൈസ വാങ്ങില്ല, അടുത്ത ഓർഡർ വരുമ്പോഴാണ് പൈസ വാങ്ങിക്കുക. വസ്തുത അത് ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ലയബിലിറ്റിയിലേക്ക് കയറും, സംഘം ലയബിലിറ്റിയിൽ ഇത് കയറില്ല. നമ്മൾ പർച്ചേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പർച്ചേസ് ഒന്നും അവിടെ കാണില്ല. അപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യണം. ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ 10,000 താഴെല്ലാം ക്യാഷ് ആയിട്ട് എൻ്റർ ചെയ്യും. ക്യാഷ് ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ കമ്മീഷൻ ഇവർക്ക് കിട്ടേണ്ടത് സ്റ്റാഫിന് കിട്ടേണ്ടത് സ്റ്റാഫിന് കൈയോടെ കൊടുത്തിട്ടാണ് അവർ പോവുക. അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ. അതായത് ലയബിലിറ്റി ഇത്ര, പർച്ചേസ് വില അവർ കൂട്ടിയിട്ടുണ്ടാവും, അത് വെച്ചിട്ടാണ് ഒരു കമ്മീഷൻ കൊടുത്തിട്ട് പോകണം. അപ്പോൾ പരമാവധി എല്ലാം ക്രെഡിറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിനൊരു രേഖയുണ്ട്. ലയബിലിറ്റി രജിസ്റ്ററിന്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. പുതിയ ആളുകൾക്ക് ഇതൊന്ന് കാണാം. അതായത് 1/4 ഒരു എക്സൻ കമ്പനിയിൽ നിന്ന് 5,000 രൂപയുടെ പർച്ചേസ് ചെയ്തു. അതിന് 5,500 പർച്ചേസ് ലയബിലിറ്റി ഇട്ടു. ഓപ്പണിംഗ് സ്റ്റോക്ക് 6,50,000 ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഈ 5,500 കൂടി ഇപ്പം ടോട്ടലായി. പിന്നെ വീണ്ടും പർച്ചേസ് ചെയ്തു. അന്ന് സെയിൽ ഉണ്ടായിരുന്നു, സെയിലിന് മുമ്പ് പർച്ചേസ് റിട്ടേൺ ഉണ്ടായിരുന്നു. പർച്ചേസ് റിട്ടേൺ ഉണ്ടാകുമ്പോൾ പർച്ചേസ് റിട്ടേൺ എമൗണ്ട് മാത്രമല്ല എടുക്കുക, ഇത് പർച്ചേസിന്റെ റിട്ടേണിന്റെ ലയബിലിറ്റി കൂടി എടുക്കണം.
എന്താണ് റിട്ടേൺ ലയബിലിറ്റി എന്ന് മനസ്സിലായി കാണോ എന്ന് വിചാരിക്കുന്നു. പുതിയ ആളുകളോട് ഒന്ന് ചോദിക്കാം. പർച്ചേസിന്റെ റിട്ടേൺ, പർച്ചേസിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോഡക്റ്റ് വിറ്റാൽ എത്ര രൂപ കിട്ടും, അത് ലയബിലിറ്റി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽസ് കൈകാര്യം ചെയ്യുന്ന സെയിൽസ്മാന് കൊടുക്കുന്ന ലയബിലിറ്റിയാണ്. അങ്ങനെയാണ് ഇതിന്റെ പർച്ചേസ് ലയബിലിറ്റി ഉണ്ടാക്കുന്നത്. ഈ പർച്ചേസ് ലയബിലിറ്റി നമ്മുടെ കണക്കുകളിൽ എവിടെയും കാണില്ല, R&D എടുത്താലൊന്നും കാണില്ല. പകരം ഇത് നമ്മൾ ഇവരുടെ ലയബിലിറ്റി രജിസ്റ്ററിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പൊ ലയബിലിറ്റി രജിസ്റ്റർ എല്ലാം കൂട്ടി നോക്കി നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റർ എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇതൊരു എക്സൽ ഫോർമാറ്റിൽ തയ്യാറാക്കി തരാൻ പറയാം. എക്സൽ ഫോർമാറ്റിൽ തയ്യാറാക്കി തന്നിട്ട് ഈ പർച്ചേസ് ലയബിലിറ്റിനെ ഒരു അഡീഷണൽ കോളം കൂടി നമ്മൾ കൊടുത്തിട്ട് എത്ര ശതമാനം ലയബിലിറ്റി അതിന് ഇട്ടിട്ടുണ്ട് എന്നൊരു ഫോർമുല വെച്ച് നമുക്ക് കണക്കാക്കാം. അതായത് 5000 രൂപയുടെ ഒരു സാധനം 5500 രൂപയ്ക്ക് വെക്കുമ്പോൾ നമുക്കറിയാം 10% അതിന്റെ മാർജിൻ ഇട്ടിരിക്കുന്നത് മനസ്സിലായി അല്ലേ? അപ്പോ നമ്മൾ അതിന് ആ ഒരു മാർജിൻ ഒരു ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 5500 അല്ല 1000/5500/100 ഇട്ട് കഴിഞ്ഞാൽ 10% കിട്ടും. ഈ 10% അത് നമുക്ക് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര മാർജിനുകളാണ് ഓരോ മരുന്നിനും ഇട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു എളുപ്പമാർഗമാണ്, അത് ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ മാർജിൻ വന്നതും കുറവ് മാർജിൻ വന്നതും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓഡിറ്റിന് ഉപകാരപ്പെടും. അതുപോലെ പർച്ചേസ് റിട്ടേണിന്റെ ലയബിലിറ്റി നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല, അതും ഈ പറഞ്ഞ ലയബിലിറ്റി രജിസ്റ്ററിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. സെയിൽസ് നമുക്ക് കിട്ടും, പർച്ചേസ് നമുക്ക് കിട്ടും. സെയിൽസ് R&D കിട്ടും, പർച്ചേസ് R&D കിട്ടും. അപ്പോൾ ഇങ്ങനെ ലയബിലിറ്റി രജിസ്റ്റർ ഇങ്ങനെ തയ്യാറാക്കി സംഘം വെച്ചിട്ടുണ്ടാകണം. അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ അവസാനം സ്റ്റോക്ക് ലിസ്റ്റുമായിട്ട് ഒത്തുനോക്കേണ്ടത്. പിന്നെ ഈ കൺസ്യൂമർ സ്റ്റോറിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് ബൾക്കായിട്ടായിരിക്കും ഇവര് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഒരു ചാക്ക് അരിയാണെങ്കിൽ ചാക്ക് ഒരു 10-50 ചാക്കൊക്കെ ഒരുമിച്ച് മേടിക്കും. എന്നിട്ട് ഇത് ഇവര് ഗോഡൌണിലേക്കാണ് കൊണ്ടുപോകുക. ഇതൊന്നും സൂപ്പർ മാർക്കറ്റിലേക്ക് കയറ്റാൻ പറ്റില്ല. 50 ചാക്ക് അരിയൊന്നും സൂപ്പർ മാർക്കറ്റിലേക്ക് കയറ്റാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? അവരെ ഗോഡൌണിലേക്ക് ആയിരിക്കും കൊണ്ടുപോകും. അപ്പൊ ഗോഡൌണിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഗോഡൌണിൽ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഗോഡൌണിൽ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ, അരി ഐറ്റം വൈസ് ആണെങ്കിൽ 50 ചാക്ക്. ഈ 50 ചാക്കായിട്ടൊന്നും സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കില്ല. 5 കിലോ 10 കിലോ ഉള്ള ഓരോരോ പാക്കറ്റുകളായിട്ടായിരിക്കും കൊടുക്കുക. അത് പഞ്ചസാര ആണെങ്കിൽ ചാക്കുകളായിട്ട് വരിക. ചാക്കുകളായിട്ട് വന്നിട്ട് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ വീതമുള്ള പാക്കറ്റുകളായിട്ട് വിൽക്കും. അപ്പൊ ഇതിന് 2 തരത്തിലുള്ള സ്റ്റോക്ക് രജിസ്റ്റർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന്, ഗോഡൌണിൽ വാങ്ങുന്ന സ്റ്റോക്ക്. ഗോഡൌണിൽ 50 കിലോന്റെ 10 ചാക്കാണെങ്കിൽ 10 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു സ്റ്റോക്ക് രജിസ്റ്ററിൽ കയറ്റണം. എന്നിട്ട് ഇതിനെ പാക്കറ്റുകളാക്കി മാറ്റുമ്പോൾ അത് സൂപ്പർ മാർക്കറ്റിലേക്ക് കൊടുക്കും, റീറ്റെയിൽ സെയിലിനായിട്ട് കൊടുക്കും. അപ്പോഴാണ് ഇതിനെ അവിടെ നിന്ന് ഈ സ്റ്റോക്കിൽ നിന്ന് മാറ്റുക. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു സംശയം വരാം, 50 ചാക്ക് 40 ചാക്ക് ഓരോ കിലോ വെച്ച് തൂക്കം നോക്കി വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പൊ അവിടെ ഒരു നോർമൽ ലോസ് അവിടെ സംഭവിക്കാം. ഈ നോർമൽ ലോസിന് എന്താണ് ഭരണസമിതിയുടെ പോളിസി എന്നത് കൂടി നമ്മൾ നോക്കാം. ചിലപ്പോ അരിയൊന്നും അധികം വ്യത്യാസം വരാൻ വഴിയില്ല. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ചാക്കായതുകൊണ്ട് അതൊന്നും പോകാനധികം സാധ്യതയൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാല് അവര് ഒരു 100 ഗ്രാം, 1 കിലോന് 100 ഗ്രാം, 1 കിലോന് അല്ല 10 കിലോന് 100 ഗ്രാം എന്നൊരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 100 ഗ്രാം പോളിസി അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോ ആ 40 ചാക്ക് നമ്മുടെ 40 ചാക്ക് എന്ന് പറഞ്ഞാൽ 40x20 അല്ലേ, 800 കിലോ നമ്മുടെ അരി അവർ വാങ്ങിയപ്പോ പാക്കറ്റ് ആക്കിയപ്പോ അവർക്ക് കിട്ടിയേക്കുന്നത് 800 കിലോ കിട്ടിയില്ല, 790 കിലോ കിട്ടിയുള്ളൂ. ഈ 790 മാത്രമേ സൂപ്പർ മാർക്കറ്റിന്റെ സ്റ്റോക്കിലേക്ക് കയറുള്ളൂ, ലയബിലിറ്റിയിലേക്ക് കയറുള്ളൂ. ഈ 10 കിലോന്റെ ഭാഗം എന്തിൽ പോകണം? നോർമൽ ലോസിലേക്ക് പോകണം. അവിടുത്തെ സ്റ്റോക്കിൽ അത് കുറച്ച് കാണിക്കേണ്ടി വരും. അതിന് ഭരണസമിതിയുടെ പോളിസി എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് സൂപ്പർ മാർക്കറ്റിൽ സംഭവിക്കുക. അതുപോലെ പയറ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉള്ളി, സവോള, അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്.
അതിനൊക്കെ ഇതുപോലെ പോളിസികൾ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഉള്ളിയൊക്കെ ഒരു പാക്കറ്റിലാക്കിയാണ് വെക്കുക അല്ലെ, പാക്കറ്റിൽ. അപ്പോൾ പാക്കറ്റിലേക്ക് വെക്കുമ്പോൾ അതിലും കുറേ വേസ്റ്റേജ് വരും. ഉള്ളിയുടെ തൊണ്ട് ഉണ്ടാകാം, ചിലപ്പോ ഈ നല്ല സാധനങ്ങളൊന്നും ആയിരിക്കും, ചിലപ്പോൾ ചീഞ്ഞ ഉള്ളികളൊക്കെ ഉണ്ടാവും. ചീഞ്ഞ ഒരു പോകുമ്പോൾ ഒരു വേസ്റ്റ്, ഗോഡൌണിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ വേറൊരു വേസ്റ്റ് എന്ന് കാണിക്കും. പിന്നെ അതുപോലെ ഫർണിച്ചർ സ്റ്റോക്കിന്റെ കേസിലാകുമ്പോൾ നമുക്ക് ചില സംഘങ്ങൾ ഇവിടെയുള്ള സാധനങ്ങൾ എടുത്ത് വേറെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്റർ ആക്കാൻ ഓരോ ബ്രാഞ്ചിലും ഓരോ സ്റ്റോക്ക് രജിസ്റ്റർ വേണം, ഓരോ ബാങ്കിലും ഓരോ ബ്രാഞ്ചിലും സ്റ്റോക്ക് രജിസ്റ്റർ വേണം. ഇവിടെ നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫർണിച്ചർ അപ്പുറത്തേക്ക് ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നരേഷൻ എഴുതിയിട്ട് അവിടുത്തെ അക്കൗണ്ടിൽ ചേർന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അവിടെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാം. ചിലപ്പോൾ വേറൊരു ദിവസമായിരിക്കും നമ്മൾ അവിടെ ചെല്ലുക, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല, അത് നാളെ കാണിച്ചു തരട്ടെ സാർ, നാളെയും സാറ് പറഞ്ഞല്ലേ നാളെ കാണിച്ചു തരട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. കാരണം അവിടെയും നമ്മൾ കബളിപ്പിക്കപ്പെടാം. നമുക്ക് നല്ല വിശ്വാസമായിരിക്കും സംഘം സെക്രട്ടറിയെ, പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവര് പറ്റിക്കും. അതൊന്നും നോക്കുക. അതെല്ലാം ഞാൻ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസിങ് വിത്ത് മാർജിൻ ഓർ MRP, അതായത് ഫെർട്ടിലൈസേഴ്സിന്റെ ഒരു കാര്യമാണ്. ഫെർട്ടിലൈസേഴ്സ് മിക്കവാറും MRPയിലായിരിക്കും നിൽക്കുക. പിന്നെ അതുപോലെ FSC വളങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ മാർജിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രൈസിങ്ങിന്റെ സ്ഥിതി എന്താണെന്ന് ഭരണസമിതിയുടെ പോളിസി നോക്കേണ്ടി വരും. ഷോർട്ടേജിനും ഒരു പോളിസി വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂറിയ അങ്ങനത്തെ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ടേജ് വരാം. ഷോർട്ടേജ് വരുമ്പോഴും ഇതുപോലെ പോളിസിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞതാണ് പാഡിയുടെ കാര്യത്തിൽ, പാഡി ടു റൈസ്, അതായത് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുക, പ്രൈസ് ഡിഡക്ഷൻ നടത്തുക. 1000 കിലോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 1% കുറവ് എന്ന് പറഞ്ഞിട്ട് 990 കിലോ മാത്രമേ അവരുടെ കണക്കിൽ കയറുള്ളൂ. അതല്ലെങ്കിൽ അത് കുറച്ചു കാലം കൂടി അവർക്ക് വെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവരത് 5%, 4% ഒക്കെ ആക്കി മാറ്റിയിട്ടാണ് സംഘം എടുക്കുക. അപ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ വരുന്നില്ല. എന്നാൽ ഇത് പാഡി ടു റൈസ് ആക്കുന്ന സംഘങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 64 മുതൽ 68% വരെ പാഡിന്ന് കിട്ടുള്ളൂ, പാഡിന്ന് റൈസ് ആയിട്ട് കിട്ടുള്ളൂ. 64 മുതൽ 68. ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് കണക്കുണ്ട്. ഇതാണ് അവരുടെ സ്റ്റാൻഡേർഡ്. 64 മുതൽ 68% എന്നുള്ളൊരു സാധാരണ ഒരു കണക്കുണ്ട്. അതുപോലെ തന്നെ 12% ഷോർട്ട് ഗ്രെയിൻ ഉണ്ടാവും, അതായത് പൊടിഞ്ഞു പോകുന്ന അരി അതുണ്ടാവും, എന്താ പറയുന്നത്, കുത്തരി എന്നൊക്കെ പറയുന്ന സമയം. പിന്നെ അതുപോലെ 20 മുതൽ 24% വരെ അതിന്റെ തവിട് ഉണ്ടാവും. അങ്ങനെയാണ് ഈ പാഡിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. ഇതൊക്കെ കറക്റ്റ് കണക്കാണ്. അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുള്ള കണക്കുകളാണ് ഈ പറഞ്ഞ 64 മുതൽ 68%, 12% ഷോർട്ട് ഗ്രെയിൻ. അതായത് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഗ്രെയിൻ വരാം. പിന്നെ അതുപോലെ ബ്രാൻ, അതായത് തവിട് എന്ന് പറയുന്ന സാധനം അതിൽ വരാം. പിന്നെ അതർ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. ഡ്രൈ ഏജ് ഷ്രിങ്കേജ് പോളിസി സംഘം ഉണ്ടാക്കണം. ഡ്രൈ ഏജിനെയും ഷ്രിങ്കേജിനെയും കൂടുതൽ ഇത് ഉണ്ടാകുന്നത് എവിടെയാണ്? ഡ്രൈ ഏജും ഷ്രിങ്കേജും വരുന്നത് റബ്ബർ മാർക്കറ്റിംഗ്, റബ്ബർ ചെയ്യുന്ന സംഘങ്ങളിലാണ് കൂടുതലും ഈ ഡ്രൈ ഏജും ഷ്രിങ്കേജും വരാം. കോക്കനട്ടിൽ വരാം. അതുപോലെ വനവിഭവങ്ങളുള്ള, അതായത് ഏലക്കായ, തേൻ, കുരുമുളക്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നവരുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് ഈ ഡ്രൈ ഏജ് ഷ്രിങ്കേജ് പോളിസി ഭരണസമിതി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ അധികം വരാറില്ല. അതായത് പേപ്പർ വാങ്ങി, A4 ഷീറ്റ് വാങ്ങി, അവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഈ A4 ഷീറ്റ് നമ്മൾ സെയിലൊന്നും കാണിക്കില്ല.
പക്ഷെ അവിടെ ഫോട്ടോ സ്റ്റൈലിൽ അവിടെ ഒരു വരവ് വന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് ഭരണസമിതിയുടെ തീരുമാനം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കണം. പിന്നെ ലൂസ് സെയിലും ബൾക്ക് സെയിലും എന്താണെന്ന് നോക്കണം. ബൾക്ക് ആകുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പോളിസി ഉണ്ടാവും, ബൾക്കായിട്ട് മേടിക്കുന്നവർക്ക് കുറച്ച് വില കുറച്ച് കൊടുക്കാമെന്നും ലൂസായിട്ട് വാങ്ങുന്നവർക്ക് കുറച്ച് വില കൂട്ടി കൊടുക്കാമെന്നും ഒക്കെ പോളിസി ഉണ്ടാവും അല്ലേ. ഇപ്പോ 10 കിലോ വാങ്ങുന്ന ആൾക്ക് ഇത്ര രൂപ മതി, എന്നാൽ അത് ഓരോ കിലോ വെച്ച് മേടിക്കുകയാണെങ്കിൽ കുറച്ച് വില കൂടുതലാവും. സാധാരണ നമ്മുടെ ബിസിനസിന്റെ ഒരു ഉന്നതിക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അതിനും ഒരു പോളിസി ഉണ്ടാക്കിയാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് നമുക്കത് മേലൊന്നും ചെയ്യാനില്ല, ആ പോളിസി മാത്രം നമുക്ക് നോക്കിയാൽ മതി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. സമയമുണ്ടോ സാറേ? എന്ത് സാറേ? ഈ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്. സമയം എത്ര നേരം എടുക്കും സാറേ? 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. 10 മിനിറ്റ്. ഓക്കെ എടുത്തോ കുഴപ്പമില്ല. ഇവിടെ നമ്മള് 10 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാം. നമ്മള് സ്റ്റോക്ക് അറൈവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഇത് ഓഡിറ്റ് മാനുവലിൽ എങ്ങനെ അറൈവ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഭാഗമാണ്, അത് പറയാം. അതായത് ഈ കോസ്റ്റ് നമ്മൾ പറഞ്ഞു, സ്റ്റോക്ക് എടുക്കുന്നതിന് ഒരു പോളിസിയാണ് സാധാരണ ഉള്ളത്. അതായത് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്, ഇതിലേതാണ് കുറവ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് അക്കൗണ്ടിങ് പോളിസിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പോളിസി അതാണ്, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഓർ ലെസ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതായത് യൂണിറ്റ് കോസ്റ്റ്, നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ യൂണിറ്റ് കോസ്റ്റ് എടുക്കാം. യൂണിറ്റ് കോസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഐറ്റം വൈസ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഘങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിന്റെയും വില എത്രയാണെന്ന് കണക്കാക്കി അത് ഓരോ യൂണിറ്റ് ഇൻറ്റു അതിന്റെ വില, എണ്ണം ഇൻറ്റു റേറ്റ്, അതാണ് അതിന്റെ കോസ്റ്റ്. അങ്ങനെ ഒരു മെത്തേഡാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം വന്നത് ആദ്യം കൊടുക്കുന്നു എന്നൊരർത്ഥത്തില് നമ്മൾ സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ അവസാനം വന്നത്, ഇപ്പൊ ആദ്യം വാങ്ങിയ സാധനത്തിന് 10 രൂപയാണെങ്കിൽ കൊല്ലം അവസാനിച്ചപ്പോൾ അതിന്റെ വില 12 ആയിരുന്നെങ്കിൽ നമ്മൾ ഏത് കോസ്റ്റാണ് എടുക്കുക? 12ന്റെ കോസ്റ്റാണ് എടുക്കുക. കാരണം എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അവസാനം വാങ്ങിയ ബില്ലിൽ 10 ഉണ്ടായിരുന്നു, അതിന് 10 വാങ്ങിയത്, 9 ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് മനസ്സിലാക്കാം ഈ അവസാനം വാങ്ങിയ 9 മാത്രമാണ് ബാക്കി വന്നത് എന്ന് നമ്മൾ അസംഷനിലെത്തും. അപ്പൊ അതിന്റെ കോസ്റ്റ് എടുത്താൽ മതി. അതല്ല 10 വാങ്ങിയിട്ട് അവസാനം 10 വാങ്ങി ബാലൻസ് എടുക്കുന്നത് 15 ആണെന്നുണ്ടെങ്കിൽ ആദ്യം വന്നതിന് ആദ്യത്തെ വില എടുക്കാം, 5 ആദ്യത്തെ വില എടുക്കാം, 10 അവസാനം വന്ന വില എടുക്കാം. അത് നമ്മളൊരു അസംഷനാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള കൺസെപ്ഷൻ. പിന്നെ ആവറേജ് കോസ്റ്റ്, ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു കോസ്റ്റ് ആണ്. അതായത് ആവറേജ്, ഈ മൊത്തം എത്ര ചെലവ് വന്നു അതിന്റെ ആവറേജ് കോസ്റ്റ്. ഒരു സാധനത്തിന് പല വിലയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും, അതിന്റെ ആവറേജ് കോസ്റ്റ്. 100 മേടിച്ചു, അതിന് 10,000 രൂപ ചെലവായി എന്ന് നമുക്ക് മനസ്സിലാക്കി അതിന് 100 രൂപയാണ് വില എന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ ചിലപ്പോൾ അത് 101 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും, 90 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും, 110 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കട്ട. നമ്മൾ എല്ലാത്തിനും ഒരു ആവറേജ് കോസ്റ്റ് ഇട്ടിട്ട് അത് സ്റ്റോക്കിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, മാനുഫാക്ചറിങ് സാധനങ്ങൾക്കാണ് നമുക്കിത് ഉപയോഗിക്കാം. അതായത് അതിന് ചെലവായ തുക അത് മാത്രം കോസ്റ്റായിട്ട് എടുക്കുക. പിന്നെ അടുത്തതാണ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്തു തരുന്ന ഒരു മാർഗം. അതായത് മൊത്തം സ്റ്റോക്കിന്റെ, ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ മൊത്തം സ്റ്റോക്കിന്റെ എത്ര ഒരു 10% ആണ് അതിന്റെ മാർജിൻ, ആ 10% കുറച്ചിട്ടിട്ട് കോസ്റ്റ് കാണും. അതാണ് നമ്മൾ സാധാരണയ്ക്ക് ചെയ്യുന്നത് അല്ലെ. സാധാരണ ചെയ്യുന്ന രീതി ഇതാണ്, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഇതാണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ്. പിന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുന്നത്, ഒരു മാനുഫാക്ചറിങ് സാധനം, ഇപ്പോൾ തേയില ആണെന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുക, അല്ലാതെ അതിന്റെ കോസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? അത് ചിലപ്പോ അത് നമുക്കറിയാം, അത് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ടീ ആക്കാനായിട്ട്, ലീഫിൽ നിന്ന് ടീ ആക്കാനായിട്ട് ചിലപ്പോൾ വലിയൊരു കോസ്റ്റ് വന്നിട്ടുണ്ടാവും. പക്ഷെ മാർക്കറ്റിൽ അതിന് ഇത്രേ വിലയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റ് വാല്യൂ എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവിടെ കുറഞ്ഞതായിരിക്കും മാർക്കറ്റ് വാല്യൂ കുറവാണെങ്കിൽ അതെടുക്കും. അപ്പൊ ഇത്രയും മാർഗങ്ങളാണ് ഉള്ളത്. ഇനി കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ
ഇനി അതിന് സമയം നമുക്ക് അധികരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും നോമ്പിന്റെ കാലഘട്ടമാണ്. ഇത്ര വരെ എന്നെ ക്ഷമിച്ച എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഷാജി സാറേ, നമുക്ക് അടുത്ത ഓക്കെ. അപ്പൊ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് സാറ് ഈ സ്റ്റോക്ക് എടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് നമുക്ക് ഭംഗിയായി നടത്തി തന്നു. 2025 ആദ്യ പരിശീലന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നത്. ഇനിയും തുടർന്നും സംഘടന ഇത്തരണത്തിൽ ഒട്ടനവധി ഓൺലൈൻ പരിശീലന പരിപാടികൾ തുടർന്ന് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ഷാജി എസ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷാജി സാറേ ഷാജി സാറുണ്ടോ? ശൈലജ മാഡം ഉണ്ടോ? ശൈലജ മാഡം ഇല്ല. വിനോദ് കുമാർ കാസർഗോഡ് ഉണ്ടോ? വിനോദ് കുമാർ കാസർഗോഡ് ഇല്ല. അനിൽകുമാർ പാലക്കാട്. അപ്പൊ ഏതായാലും ഷാജി സാറ് പറഞ്ഞോ. മൈക്ക് ഷാജി സാറ് മൈക്ക് മ്യൂട്ട് ചെയ്തേക്ക് വരുന്നത്, അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ പറ്റാത്തത്. ശരി. ഓക്കെ പറഞ്ഞോ. അപ്പോ ജെയിംസ് സാറിന്റെ ക്ലാസ് ജെയിംസ് സാറിനെ സഹിച്ചതല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കേട്ടോണ്ടിരുന്നവർക്കും എല്ലാവർക്കും നല്ല പ്രയോജനപ്രദമായിരുന്നു. ശരിക്കും ഒരുപാട് പേര് ഇന്ന് സാറിന്റെ ക്ലാസ് അറിഞ്ഞുകൊണ്ട് തന്നെ ലിങ്ക് ചോദിച്ചിരുന്നു. എല്ലാവർക്കും നമ്മൾ കഴിവതും എല്ലാവർക്കും 500ഓളം പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. എല്ലാവരും തന്നെ കയറിയതായിട്ടാണ് കണ്ടത്. മിക്കവാറും എല്ലാവരും കയറിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കുറച്ച് ഏതാനും ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും സ്റ്റോക്ക് പരിശോധനയുടെ ചൂടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പ്രയോജനം ചെയ്ത ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. അപ്പോൾ സാറിന് ഔപചാരികയുടെ പേരിൽ മാത്രം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവരും കുറെ പേര് തന്നെ ഇപ്പം സാറിന് റിപ്ലൈ അയച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി സംഘടനയുടെ പേരിൽ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രിയേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ UM ഷാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജിലേഷ്, ശ്രീമതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുശീല തുടങ്ങിയ സംഘടനയുടെ എല്ലാ ഭാരവാഹികളും ഒപ്പം പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. ഇതിനെല്ലാവിധ സാങ്കേതിക സഹായവും നേടിത്തന്ന നമ്മുടെ സഹകരണ വീക്ഷണ ഗ്രൂപ്പിന് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതിന്റെ അഡ്മിൻ ശ്രീജിത്ത് മുല്ലശ്ശേരി അവരെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെയും നന്ദി. താങ്ക് യു സർ.